അൻ ഖതാദ റഹിമഹുല്ലാഹ്, മറ്റൊരു താബിഈയാണ്, അദ്ദേഹം പറയുന്നു, മൻ ഉഅ്തിയ മാലൻ വജമാലൻ, ആർക്കാണോ അള്ളാഹു സമ്പത്തും സൗന്ദര്യവും നൽകിയത്, വസിയാബൻ വഇൽമൻ, അതുപോലെ നല്ല വസ്ത്രവും ഇൽമും ഒക്കെ കൊടുത്തത്, സുമ്മ ലം യതവാദ, എന്നിട്ട് അവൻ വിനയം കാണിച്ചില്ല. അഥവാ അള്ളാഹുവിന്റെ ഏത് നിഅമത്താലും, ഈ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ല, അള്ളാഹുവിന്റെ എന്തൊരു നിഅമത്തും, സമ്പത്താകട്ടെ തറവാടാകട്ടെ, എന്തൊരു നിഅമത്ത് അള്ളാഹു ചെയ്താലും സുമ്മ ലം യതവാദ, എന്നിട്ട് അവൻ ആ നിഅമത്തിന് പകരം വിനയം കാണിക്കുന്നില്ലെങ്കിൽ, കാന അലൈഹി വബാലൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇത് അവനൊരു നാശമായിരിക്കും ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് സലഫു സ്വാലിഹ്യങ്ങളുടെ, മുൻഗാമികളുടെ ചില ഉപദേശങ്ങൾ, അസറുകളാണ് വായിച്ചുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിനയത്തെക്കുറിച്ച്, തവാദുഇനെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള ചില അസറുകൾ, അതുപോലെ തന്നെ വിനയത്തിന്റെ നേരെ വിപരീതം കിബർ, അതിനെക്കുറിച്ച്, അതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില ആസാറുകളാണ്, മുൻഗാമികളുടെ വാക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ പറയുന്നു, അന്നഹു കാന ലാ യഅകുലു തആമൻ ഇല്ലാ വമഅഹു യതീം, അദ്ദേഹം തന്റെ കൂടെ ഒരു യതീമിനെ ഇരുത്തിക്കൊണ്ടല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. യതീം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലനായിരിക്കും, ഉപ്പയില്ലാത്ത, പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കാണ് ഇസ്ലാമിൽ യതീം എന്ന് പറയുന്നത്. അപ്പോ മിസ്കീനായ ഒരു യതീം കൂടെ ഇല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല. ആലോചിച്ച് നോക്കൂ, ഓരോ ദിവസവും എത്ര നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും നേരം ഒരു യതീമിന്റെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ. എവിടെ നിന്നെങ്കിലും ഒരു മിസ്കീനായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു യതീമിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കും. ഇത് വിനയത്തിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം ഈ മിസ്കീന്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് താഴ്മയാണ്. അപ്പോ അദ്ദേഹം അങ്ങനെയായിരുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ കുട്ടികളും മിസ്കീന്മാരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അതേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അതുപോലെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്. ആരാണ് ഇബ്നു ഉമർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരനാണ്, ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, മുസ്ലിം സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനമുള്ള ആളാണ്, ആലിമാണ്. അങ്ങനെയുള്ള ഈ സഹാബി ഒരു യതീമിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഹദീസിൽ, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം പണക്കാരെ ക്ഷണിക്കുകയും മിസ്കീന്മാരെ ബോധപൂർവ്വം ഒഴിവാക്കുകയും ചെയ്യുന്ന വലീമയാണ്. അങ്ങനെയുള്ള സദ്യയാണ് ഏറ്റവും മോശമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ നേരെ വിപരീതം എന്താണ്? ഏറ്റവും നല്ല ഭക്ഷണം മിസ്കീന്മാര് പങ്കെടുക്കുന്ന ഭക്ഷണമാണ്. അങ്ങനെയായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോക്കും, സീറ്റ് തരുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് കുറച്ച് മിസ്കിമാരാണെങ്കിൽ അവർ ഒഴിവാക്കിയിരിക്കും. അത് കിബ്റിന്റെ ഒരു അടയാളമാണ്. നേരെ മറിച്ച് സാധുക്കളായ ആളുകൾ അന്വേഷിക്കുക, അത് വിനയത്തിന്റെ അടയാളമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഇതുപോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പണിക്കാരും ഡ്രൈവർമാരും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുത്തിയിട്ടാണ് ഷെയ്ഖ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. അതൊരാളുടെ വിനയത്തിന്റെ അടയാളമാണ്. ഖാല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇന്ന മിൻ റഅസി തവാദു, വിനയത്തിന്റെ തലയാണ് എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ ഏറ്റവും വലിയ ഒരു റുക്നാണ്, ഒരു നെടുന്തൂണാണ്, അൻതർള ബിദ്ദൂനി മിൻ ഷറഫിൽ മജ്ലിസ്, ഒരു മജ്ലിസിൽ നിനക്ക് താഴ്ന്ന സ്ഥാനം മതി എന്ന് തൃപ്തിപ്പെടൽ. എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ വരുമ്പോൾ അത് ഏറ്റവും മുന്നിലെ സീറ്റ് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് അത് വിനയത്തിന്റെ ഭാഗമാണ്. അത് ഹദീസിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വന്നാൽ ജലസ ഹൈസു യൻതഹി ബിഹിൽ മജ്ലിസ്, മജ്ലിസിന്റെ അവസാനത്തിലിരിക്കും. ഏത് സീറ്റാണ് ഒഴിവുള്ളത്, എവിടെ വരെ എത്തിയിട്ടുണ്ട് അവിടെ ഇരിക്കും. ആൾക്കാരുടെ തോള് ചാടിക്കടന്ന് മുന്നിലേക്ക് പ്രധാനപ്പെട്ട സീറ്റിലേക്ക് വന്ന് ഇരിക്കുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാളുടെ വിനയത്തിന്റെ അടയാളമാണ്. വഅൻ തബ്ദഅ ബിസ്സലാമി മൻ ലഖീത്, അതുപോലെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ആരെ കണ്ടുമുട്ടിയാലും അങ്ങോട്ട് സലാം പറയാം. ഇങ്ങോട്ട് സലാം പറയാൻ കാത്തു നിൽക്കാതെ അങ്ങോട്ട് സലാം പറയുക. നമുക്കറിയാം സലാം പറയേണ്ടത് ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
മുതിർന്ന ആളുകളോട് പ്രായം കുറവുള്ളവരാണ് സലാം പറയേണ്ടത്. അതുപോലെ തന്നെ നടന്നു വരുന്ന ആള് ഇരിക്കുന്ന ആളോടാണ് സലാം പറയേണ്ടത്. ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സുന്നത്താണ്. പക്ഷേ ഒരു ചെറിയ സംഘവും വലിയ സംഘവും വരുമ്പോ ഈ ചെറിയ ആളുകളാണ് സലാം പറയേണ്ടത്. എന്നാൽ വലിയ സംഘം കൂടുതൽ എണ്ണമുള്ള കൂട്ടര് ആദ്യം സലാം പറഞ്ഞാലോ? അതാണ് അഫ്ദല്. അപ്പൊ സലാം പറഞ്ഞു തുടങ്ങുക, അങ്ങോട്ട് പോയി സലാം പറയുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫർളിനേക്കാൾ സുന്നത്തിന് ഫضലുള്ള ചില മസലകളുണ്ട്, അതിൽപ്പെട്ടതാണ് സലാം പറയാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ ഫർളാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. ഇപ്പോ നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു, അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു, ഇതിലേതിനാ കൂടുതൽ കൂലി? ഫർള നമസ്കാരത്തിനാണ്. പക്ഷെ ചില മസലകളുണ്ട്, അതില് ഫർളിനേക്കാൾ കൂലി സുന്നത്തിനുണ്ടാകും. അതിൽപ്പെട്ടതാണ് സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ സുന്നത്താണെന്നാണ് പറയുന്നത്. എന്നാൽ ചില ഉലമാക്കള് സലാം പറയൽ ഫർളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം ഉലമാക്കള് അങ്ങോട്ട് സലാം പറയുന്നത് തന്നെ ഫർളാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും അറിയപ്പെട്ട അഭിപ്രായം, ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങോട്ട് പറയുന്നത് സുന്നത്താണ്, മുസ്തഹബാണ്. ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ മടക്കലോ വാജിബാണ്. അപ്പൊ അതിലേതിനാ കൂലി കൂടുതൽ? അങ്ങോട്ട് സലാം പറയുന്നവനാണോ മടക്കുന്നവനാണോ കൂലി കൂടുതൽ? അങ്ങോട്ട് പറഞ്ഞവനാണ്. അതുപോലെയുള്ള മറ്റൊരു മസലയാണ് കടത്തിന്റെ കാര്യം. നമ്മളൊരാൾക്ക് പണം കൊടുത്തു, സഹായിച്ചു കടമായിട്ട്. അയാൾക്ക് വീട്ടാൻ അവധി എത്തിയിട്ടും സാധിക്കുന്നില്ല. ന്യായമായി അയാൾ ഉദറുള്ളവനാണ്, അയാൾക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല, അയാൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചു. അങ്ങനെയുള്ള ആളുകൾക്ക് നീട്ടിക്കൊടുക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമായി നീട്ടിക്കൊടുക്കണം. ആ കടം മുഴുവനായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്താണ്. വൈൻകാനതു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ. പ്രയാസമുള്ള ആളാണെങ്കിൽ അവന് കടം നീട്ടിക്കൊടുക്കണം നിർബന്ധമായി. വാൻ തസ്സദ്ദഖു ഖൈറുൽ ലക്കും. നിങ്ങളത് സദഖയായിട്ട് ഒഴിവാക്കലാണ് കൂടുതൽ നല്ലത്. ഇതിലേതാണ് കൂലി കൂടുതൽ? വിട്ടുകൊടുക്കുന്നതാണ്, ഒഴിവാക്കുന്നതാണ്. അതുപോലുള്ള ചില മസലകളുണ്ട്, എണ്ണപ്പെട്ട 10ൽ താഴെയുള്ള മസലകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സലാം പറയൽ. അപ്പൊ അങ്ങോട്ട് പോയി സലാം പറയുന്നതാണ് കൂലി, കൂടുതൽ കൂലി. അതൊരാളുടെ വിനയത്തിന്റെ അടയാളം കൂടിയാണ്. ഉലമാക്കള് സലാമിന്റെ മഹത്വത്തെക്കുറിച്ച്, സലാം കൊണ്ടുള്ള ഫായിദയെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, വിനയത്തിന്റെ ഒരു അടയാളമാണ്. ഒരാളോട്, നമ്മളെക്കാളും സ്ഥാനം കുറഞ്ഞ ഒരാളോട് സലാം പറയുമ്പോൾ പ്രത്യേകിച്ച് അത് ഒരു താഴ്മയുടെ അടയാളമാണ്. കാരണം എല്ലാ ഉമ്മത്തുകളും എല്ലാ സമുദായങ്ങളിലും മുസ്ലിം അല്ലാത്തവർ പോലും കണക്കാക്കുന്ന, അവരുടെ ഒക്കെ അടുത്ത് അറിയപ്പെട്ട ഒരു കാര്യമാണ്, ഒരു അഭിവാദ്യം ചെയ്യുന്നവനാണ് താഴ്ന്നവൻ. ഇപ്പോ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളാണ് അങ്ങോട്ട് അഭിവാദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സാധാരണ സ്കൂളുകൾ, മുസ്ലിങ്ങളല്ല, നമ്മുടെ മര്യാദ കയറി വരുന്നവനാണ് സലാം പറയേണ്ടത്. പക്ഷെ എന്താണ്, ദർജ കുറഞ്ഞവനാണ് അഭിവാദ്യം ചെയ്യേണ്ടത്. പോലീസുകാരൊക്കെ ചെയ്യുന്ന കണ്ടില്ല, സ്ഥാനം കുറഞ്ഞവന് കൂടിയവനെ സല്യൂട്ട് ചെയ്യണം. അപ്പൊ ഇസ്ലാമിന്റെ സല്യൂട്ടാണ് സലാം എന്ന് പറയുന്നത്, വേറെ ഒരു അഭിവാദ്യം നമുക്കില്ല. അപ്പോ അത് ചെയ്യുന്നവനാണ് ദർജ കുറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ സ്വയം ദർജ കുറഞ്ഞതായി വിനയമുള്ള ആള്, സ്വയം താഴ്ന്നതായി കാണുന്നവൻ, അവനാണ് അങ്ങോട്ട് പോയിട്ട് അഭിവാദ്യം ചെയ്യുകയുള്ളൂ. അത് ഒരാളുടെ വിനയത്തിന്റെ അടയാളമാണ്. عن سعد بن الحسن التميمي رحمه الله قال كان عبد الرحمن بن عوف رضي الله عنه لا يعرف من بين عبيده. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടിമകളുടെ കൂടെ കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു. അദ്ദേഹം അടിമകൾ നിൽക്കുന്നത് കണ്ടാൽ ആരാണ് ഉടമ ആരാണ് അടിമ എന്ന് തിരിച്ചറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? യഅനി മിന തവാളുഇ ഫി സിയ്യി, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഉള്ള വിനയം കാരണം. എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രമാണ് അദ്ദേഹം ധരിക്കാറുള്ളത്. അടിമകൾക്കും അതേ വസ്ത്രം വാങ്ങിക്കൊടുക്കും. ഇത് ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ആരാണ് അദ്ദേഹത്തിന്റെ അടിമകളെന്ന് അറിയില്ല. അടിമകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കന്നുകാലികൾ വാങ്ങുന്നത് പോലെ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരാണ് അടിമകൾ. അവരോട് മര്യാദകളുണ്ട്, പക്ഷെ അവരുടെ സ്ഥാനം വളരെ കുറവാണ്. പണം കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഇടയിൽ ഇദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആരാണ്? മദീനയിൽ അറിയപ്പെട്ട കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കച്ചവട പദ്ധതികളെക്കുറിച്ച്, കച്ചവടത്തിന്റെ രീതികളെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം വലിയ പണക്കാരനായത് എന്നുള്ളത്. ഇപ്പോഴുള്ള ബിസിനസ്സുകാർക്കൊക്കെ മാതൃകയായിട്ടുള്ള കുറെ രീതികൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അത് വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഒരു കല്ല് അദ്ദേഹം വെറുതെ എടുത്ത് നോക്കിയാൽ അതിന്റെ ഇടയിൽ സ്വർണ്ണം ഉണ്ടാകും. അത് വെറുതെ ഒരു ഉപമ പറയുന്നതാണ്, ആലങ്കാരികമായിട്ട് പറയുന്നത്. എന്ത് കച്ചവടം ചെയ്താലും അത് ഇരട്ടി ലാഭം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള വളരെ ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ആരാണ് അദ്ദേഹം, ആരാണ് അടിമകൾ എന്ന് തിരിച്ചറിയില്ലായിരുന്നു. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇത്തിബാ ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു സദസ്സിൽ വന്നാൽ ആരാണ് മുഹമ്മദ്, ആരാണ് ശിഷ്യന്മാർ, ആരാണ് സ്വഹാബത്ത് എന്ന് തിരിച്ചറിയില്ലായിരുന്നു.
അത് സഹാബത്ത് ഇത്തിബാ ചെയ്തതിന്റെ ഒരു ഉപമയാണ്, ഒരു ഉദാഹരണമാണ്. അൻ അബ്ദുല്ലാഹിബ്നു ഹൻദല റഹിമഹുല്ലാ താബിഈൻ, അദ്ദേഹം പറയുന്നു, അൻ അബ്ദുല്ലാഹിബ്നു സലാം മർറ ഫി സൂഖ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം യഹൂദിയായിരുന്നു. യഹൂദികളുടെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. തൗറാത്തൊക്കെ പഠിച്ചിട്ടുള്ള അവരുടെ വലിയ നേതാവായിരുന്നു മദീനയിലെ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മർറ ഫി സൂഖ്, അദ്ദേഹം മാർക്കറ്റിലൂടെ നടന്നുപോയി. വഅലൈഹി ഹസ്മത്തുൻ മിൻ ഹതബ്, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കെട്ട് വിറകുണ്ട്. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അലൈസ അല്ലാഹു ഖദ അഫാക അൻ ഹാദാ, ഇങ്ങനെ കഷ്ടപ്പെട്ട് തലയിൽ ലോഡ് വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അള്ളാഹു നിങ്ങൾക്ക് പണം തന്നിട്ടില്ലേ, വേലക്കാരില്ലേ, പണിക്കാരില്ലേ എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ബല, ശരിയാണ്, അത്യാവശ്യം സമ്പത്തുള്ള ആളാണ് ഞാൻ. വലാകിൻ അറദ്തു അൻ അർഫഅ ബിഹിൽ കിബ്ർ, ഞാൻ ഈ ഭാരം വഹിക്കുന്നത്, ഈ വിറക് തലയിൽ വെക്കുന്നത് കിബ്ർ ഒഴിവാക്കാൻ വേണ്ടിയാണ്, കിബ്ർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ, ഒരു കടുക് മണിയുടെ അത്രയും കിബ്ർ മനസ്സിലുള്ള ആൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിബ്ർ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ കിബർ ഇല്ലാതാക്കാനുള്ള ഒരു പ്രായോഗികമായ പരിശീലനമാണിത്. ഇങ്ങനെയുള്ള തരം താഴ്ന്ന ജോലികൾ ചെയ്യുക, അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഒരാൾക്ക് വീട്ടിൽ ജോലിക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ വാഹനമുണ്ട്, എന്നാലും നടന്നുപോയി മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുക, അത് വിനയം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. അത് സഹാബത്തിന്റെ മാതൃകയുണ്ട്, ബിദഅത്തൊന്നുമല്ല. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അപ്പോൾ അത് വിനയം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ്. അൻ യൂനുസ് ഇബ്നു ഹിൽബിസ് റഹിമഹുല്ലാഹ് അന്നഹു ഖാല, كان أبو عبيدة ابن الجراح رضي الله عنه وهو أيسر. أبو عبيدة عامر بن الجراح أمين هذه الأمة, ഈ ഉമ്മത്തിലെ അമീൻ, ഏറ്റവും വിശ്വസ്തൻ എന്നറിയപ്പെട്ട ഏറ്റവും അമാനത്തുള്ള വ്യക്തിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റിട്ട് കിടക്കുന്ന സമയത്ത് പറയുകയാണ്, മരണം ഉറപ്പായ സമയത്ത്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇപ്പൊ ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ഖലീഫയാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും അമാനത്തുള്ള ആളാണ് അദ്ദേഹം. വഹു ഐസർ, സമ്പന്നനായിരുന്നു, പല യുദ്ധത്തിന്റെയും അമീറായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയായിരുന്നു. യഹ്മിലു സത്ലൻ ലഹു മിൻ ഖശബ് ഹത്താ യഅതിയ ഹമ്മാമ അബാൻ, അദ്ദേഹം മരമൊക്കെ തലയിൽ വെച്ച് ഏറ്റി നടക്കാറുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിനയമുണ്ടാകാൻ വേണ്ടി. عن أبي سعيد رضيع عائشة رضي الله عنهم قال, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്, മലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ദഖൽതു അലൈഹ, ഞാൻ അവരുടെ അടുത്ത് ചെന്നു. മലകുടി ബന്ധത്തിലെ സഹോദരനായതുകൊണ്ട് അവർക്ക് ഹിജാബ് ആവശ്യമില്ല. ഫറഅയ്തുഹാ തഖീതു നഖ്ബതൻ ലഹാ, അവരുടെ വസ്ത്രത്തിൽ ഒരു കീറലുണ്ട്, അത് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു ലഹാ, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ അലൈസ ഖദ് ഔസ അല്ലാഹു അസ്സ വജല്ല അലൈക്, അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത നൽകിയിട്ടില്ലേ, പണം തന്നിട്ടുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ തുന്നിക്കൂട്ടുന്നത്? ഖാലത്ത്, അവർ പറഞ്ഞു, ലാ ജദീദ ലിമൻ ലാ യൽബസുൽ ഖലിഖ്, ലാ ജദീദ ലിമൻ ലാ യൽബസ് അൽ ഖലിഖ്, മുഷിഞ്ഞ കീറിയ വസ്ത്രം ധരിക്കാത്തവന് പുതുവസ്ത്രമില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം? രണ്ട് കാര്യങ്ങൾ ആകാവുന്നതാണ്. ഒന്ന്, ഈ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നവനെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടാവുള്ളൂ. എന്നും പുതിയ വസ്ത്രം ധരിച്ച് നടക്കുന്നവന് അതിലൊരു പുതുമ ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ കീറിയതൊക്കെ ഇട്ട് വിനയത്തോടെ ജീവിക്കുന്നവനെ നാളെ ആഖിറത്തിൽ എല്ലാ പുതുമയുമുള്ള ജീവിതം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. രണ്ടുമാകാം. എന്തായിരുന്നാലും വിനയം അത് ദുനിയാവിലും ഒരാൾക്ക് ഖൈറുണ്ടാക്കുന്നതാണ്. ഒരാൾ വളരെ മിതമായ രീതിയിലുള്ള വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും പുതുമയുള്ളതൊക്കെ അനുഭവിക്കുമ്പോൾ അയാൾക്കതിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. عن جرير رضي الله عنه قال, نزلنا الصفا فإذا نحن برجل نائم في ظل شجرة قد كادت الشمس تبلغه. ഞങ്ങൾ സൊഫയുടെ അടുത്ത് ചെന്നു, മക്കയിലുള്ള സൊഫ മലയുടെ അടുത്ത്, ഹറമിലുള്ള സൊഫ മർവ രണ്ട് മലകൾ, അതിൽ ഈ സൊഫയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു. അപ്പൊ അവിടെ ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. വെയില് ഏറ്റുകൊണ്ടാണ് കിടക്കുന്നത്. മരത്തിന്റെ ചുവട്ടിൽ വെയിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ സൊഫ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല സൊഫയുടെ അടുത്ത് മരം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് അടുത്ത കാലത്താണ് ഇന്ന് കാണുന്ന പോലെ ആയിട്ടുള്ളത്. മുമ്പ് കാലത്ത് സൊഫ മർവ ഈ രണ്ട് മലകളുടെയും ഇടയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു.
അപ്പൊ അവിടെ എത്തി. ആ സമയത്ത് ഖാല ഫഖുൽതു ലി അൽ ഗുലാം, ഒരാളവിടെ കിടക്കുന്നത് കണ്ടപ്പോ ഇൻതലിഖ് ബിഹാദ നത്ഇ ഫഅദില്ല, ഒരു വസ്തു കൊടുത്തിട്ട് ഇയാൾക്ക് തണൽ പിടിച്ചു കൊടുക്കുക, അയാളുടെ തലക്ക് മുകളിൽ കൊണ്ടുപോയി ഇത് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാൾക്ക് തണൽ കിട്ടാൻ വേണ്ടി എന്തോ ഒരു സാധനം കൊടുത്തയച്ചു. ഫലം മസ്തേക്കള്ള, അങ്ങനെ ആ മനുഷ്യൻ ഉണർന്നപ്പോ, വെയിലത്തൊരാൾ കിടക്കുന്ന കണ്ടപ്പോ അയാൾക്കൊരു തണൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ഉണർന്നപ്പോ ഇദാ ഹുവ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അത് സൽമാനുൽ ഫാരിസിയാണ്, സഹാബിയാണ്. ഖാല ഫഅതൈതുഹു ഉസല്ലിമു അലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞു. ഫഖാല യാ ജരീർ, അദ്ദേഹം പറഞ്ഞു, ജരീർ ഇബ്നു അബ്ദുല്ല സഹാബിയാണ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ജരീർ തവാളഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുക. ഫഇന്ന മൻ തവാളഅ ലില്ലാഹി റഫഅഹു യൗമൽ ഖിയാമ, ആരാണോ അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത് ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ഉയർത്തും. യാ ജരീർ ഹൽ തദ്രി മദ്ദുലുമാതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇരുട്ട് എന്താണ് എന്നറിയുമോ? ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ചില ആളുകൾ ഇരുട്ടിലായിരിക്കും, ചിലർ വെളിച്ചത്തിലായിരിക്കും. അത് നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു മുറിയിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ എല്ലാവർക്കും വെളിച്ചായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഇരുട്ടായിരിക്കും. പക്ഷെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ മഹ്ശറിൽ ഈ അവസ്ഥയല്ല നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ അമലിനനുസരിച്ചാണ്. ചില ആളുകൾക്ക് വെളിച്ചം കാണും, ചില ആളുകൾക്ക് ഇരുട്ടായിരിക്കും. അപ്പോ അന്നത്തെ ഇരുട്ടെന്താണ് എന്ന് നിനക്കറിയുമോ? ഖാല ഖുൽതു ലാ അദ്രി, എനിക്കറിയില്ല. ഖാല ദുൽമു നാസി ബൈനഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ മനുഷ്യൻ പരസ്പരം ചെയ്യുന്ന ദുൽമാണ്. അപ്പോ വിനയത്തിന്റെ നേരെ വിപരീതമാണ് ദുൽമ ചെയ്യുക എന്നുള്ളത്. അഹങ്കാരികളാണ് ദുൽമ ചെയ്യുക. അപ്പൊ ആ അഹങ്കാരം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം വിനയം ഉണ്ടാകാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ മരത്തിന്റെ ചുവട്ടിൽ അവിടെ കടന്നത് എന്നർത്ഥം. عن بكير بن مسمار حدثني عامر بن سعد قال كان سعد بن ابي وقاص في ابله, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അവർക്കിടയിൽ ഒട്ടകങ്ങൾക്കിടയിൽ നിൽക്കുകയായിരുന്നു. ഫജാഅഹു ഇബ്നുഹു ഉമർ, അദ്ദേഹത്തിന്റെ മകൻ ഉമർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഫലമ്മ റആഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ മകനെ കണ്ടപ്പോൾ പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി മിൻ ശർരി ഹാദ റാകിബ്, ഈ വാഹനപ്പുറത്ത് വരുന്നവന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാല്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനിടയിൽ ഫിത്നയുണ്ടായപ്പോ ആ ഫിത്നയിൽ പങ്കെടുക്കാതെ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോ ഒരാള് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ആരോടും ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് കഴിയാണ്. അങ്ങനെയുള്ള പല സഹാബിമാരുമുണ്ട്. ചില സഹാബിമാര് അലി റളിയല്ലാഹു അൻഹു മുആവിയയും തമ്മിൽ ഫിത്നയുണ്ടായപ്പോ അവര് നാട് വിട്ടു പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയതെന്നറിയില്ല, എവിടെയാണ് മരിച്ചതെന്നറിയില്ല. അങ്ങനെ പോയ സഹാബത്തുണ്ട്. അപ്പൊ അതുപോലെ ഒറ്റപ്പെട്ട് ഒട്ടകങ്ങളൊക്കെ ആയിട്ട് മരുഭൂമിയിൽ കഴിയുകയായിരുന്നു സഅദ് ബിൻ അബി വഖാസ്. അപ്പൊ മകൻ ഇങ്ങനെ വരുന്ന കണ്ടപ്പോ അഊദു ബില്ലാഹി മിൻ ഹാദർ റാകിബ്, ഈ വരുന്നവന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. കാരണം എന്തെങ്കിലും ഫിത്നയുടെ വാർത്തയുമായിട്ട് വരുന്നതാകുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ഫഖാല ലഹു, വാഹനപ്പുറത്തുനിന്ന് മകൻ ഇറങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, അനസൽത ഫീ ഇബ്ലിക വഗനമിക, മകൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ആടിന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ നടക്കുകയാണോ? വതറക്ത അന്നാസ യതനാസഊന അൽമുൽക ബൈനഹും, ജനങ്ങൾ അധികാരത്തിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്കള് അവർക്കിടയിൽ സുലഹുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാനോ പോവാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുകയാണോ? ഫളറബ സഅദുൻ ഫീ സദ്രിഹി, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മകന്റെ നെഞ്ചത്ത് അടിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഉസ്കുത്ത്, നീ മിണ്ടാതിരിക്കുക. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖി അൽ ഗനിയ്യൽ ഖഫി. സ്വഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു, തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അൽ അബ്ദ, ഒരു അടിമയെ. എങ്ങനെയുള്ള അടിമയാണ്? അത്തഖി, തഖ്വയുള്ള, അല്ലാഹുവിനെ പേടിക്കുന്ന, ഹറാമുകൾ ഒഴിവാക്കുന്ന, അൽ ഗനിയ്യ, സ്വാശ്രയനായ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാത്ത, അൽ ഖഫി, ഖഫി എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രശസ്തി ആഗ്രഹിക്കാതെ ഒഴിഞ്ഞ് ഇരിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച സംഭവമാണ് ഈ സംഭവവും ഹദീസും. عن محمد بن المنكدر رحمه الله أخبرنا جابر بن عبد الله رضي الله عنهما قال كان عمر يقول, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുമായിരുന്നു, അബൂബക്കർ സയ്യിദുന, അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ നേതാവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഏറ്റവും അഫ്ദലായ സഹാബിയാണ്, അമ്പിയാക്കൾ കഴിഞ്ഞാൽ
ഏറ്റവും അഫ്ദലായ മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സയ്യിദുന, അബൂബക്കർ നമ്മുടെ സയ്യിദാണ്, നേതാവാണ്. വഅഅതഖ സയ്യിദന, നമ്മുടെ നേതാവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ബിലാൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച അടിമകളെ തെരഞ്ഞ് അന്വേഷിച്ച് വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ മോചിപ്പിക്കപ്പെട്ട ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ ബിൻ റബാഹ്. അദ്ദേഹം ഹബശിയാണ്, ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹത്തെ മോചിപ്പിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിനയം കൊണ്ടാണ് പറയുന്നത്. ഈ ബിലാലിനെ കാണിച്ചിട്ട് ബിലാൽ നമ്മുടെ സയ്യിദാണ് എന്നർത്ഥം. ഇപ്പൊ സാധാരണഗതിയിൽ അടിമകളായിട്ട് അറബികൾ കുറവായിരിക്കും. അടിമകൾ അധികവും ഇതുപോലെയുള്ള ആഫ്രിക്കക്കാരും അതുപോലെയുള്ള മറ്റു രാജ്യക്കാരും ഒക്കെ ആയിരിക്കും, അവിടെ നിന്ന് വന്നവരായിരിക്കും. അപ്പോ അതിന്റെ നേരെ വിരുദ്ധമായിട്ട് നമ്മൾ അടിമയും ബിലാൽ നേതാവുമാണ് എന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണത്. അപ്പൊ പരസ്പരം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും സ്വഹാബത്ത് ഇങ്ങനെ വിനയം പുലർത്തിയിരുന്നു. നേരെ മറിച്ച് ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയാണ് എന്ന വാക്കൊരിക്കലും ബിലാലിനെ കുറിച്ച് അവർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുകയില്ല. അൻ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാ ഖാല ഇസ്തഅദന ഇബ്നു അബ്ബാസ് ഖബല മൗതിഹ അല ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്നു, സന്ദർശിച്ചു. വഹിയ മഗ്ലൂബ, അവര് രോഗം ബാധിച്ച് മരണാസന്നയായി കിടക്കുകയാണ്. ഖാലത്ത്, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഖ്ഷ അൻ യുസ്നി അലയ്യ, എന്നെ അവൻ പുകഴ്ത്തുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഹാബത്ത് എത്ര ഗൗരവത്തിലാണ് അവരുടെ ദീനിനെ കാണുന്നത്. ഒരാള് ഇങ്ങോട്ട് വരുമ്പോ അനുവാദം ചോദിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന ആളെ കാണാൻ വേണ്ടി വരികയാണ്. ബന്ധുവാണ്, അതുപോലെ തന്നെ ആലിമാണ്, വളരെ വേണ്ടപ്പെട്ട ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സുഹൃത്താണ്, അടുത്ത ബന്ധുവാണ്, പിന്നെ പിതൃവിന്റെ മകനാണ്. അങ്ങനെയുള്ള ഈ സ്വഹാബി വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പേടിക്കുകയാണ്. അവൻ വന്ന് എന്നെ പുകഴ്ത്തുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തുള്ള ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി കേട്ടപ്പോൾ പറഞ്ഞു, ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ്. വമിൻ വുജൂഹിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്, വലിയ ആലിമാണ്. ഹബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ആലിം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഖാലത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദനു ലഹു, അനുവാദം കൊടുത്തേക്കുക. ഫഖാല കൈഫ തജിദീനക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഖാലത്ത് ബിഖൈറിൻ ഇൻ ഇത്തഖൈതു, ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി അതാണ്, ബിഖൈർ എന്നാണ് സാധാരണ പറയാം. പക്ഷെ അവർ പറഞ്ഞത് ബിഖൈറിൻ ഇൻ ഇത്തഖൈതു, എനിക്ക് തഖ്വയുണ്ടെങ്കിൽ ഞാൻ ഖൈറിലാണ്, കാരണം മരിച്ചാൽ ഖൈറിലായിരിക്കും എന്ന് അർത്ഥത്തിൽ. ഖാല ഫഅൻതി ബിഖൈറിൻ ഇൻഷാ അല്ലാഹ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഖൈറിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. സൗജത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, അത് മതി ഖൈറായിട്ട്. വലം യൻകിഹ് ബിക്റൻ ഗൈറകി, നിങ്ങളെ അല്ലാതെ മറ്റൊരു കന്യകയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടില്ല. വനസല ഉദ്റുകി മിനസ് സമാ, നിങ്ങൾ നിഷ്കളങ്കയാണ്, നിരപരാധിയാണ് എന്ന് ആകാശത്ത് നിന്ന് വഹി ഇറങ്ങിയിട്ടുണ്ട്. വ്യഭിചാരാരോപണം ഉണ്ടായപ്പോ അല്ലാഹു തആല നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ച് വഹി ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഫഖാലത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയതിനു ശേഷം ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇബ്നു സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞു, ദഖല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് ഇവിടെ വന്നിരുന്നു. ഫഅസ്ന അലയ്യ, എന്നിട്ട് എന്നെ പുകഴ്ത്തി. വവദിത്തു അന്നി കുന്തു നസ്യം മൻസിയ, ഞാൻ മറക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ, അഥവാ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ലാതായിരുന്നെങ്കിൽ, ആർക്കും അറിയാത്ത രീതിയിൽ മറക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചു പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുകഴ്ത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കൂടുതൽ പേടിയാവുകയാണ് ചെയ്തത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചുള്ള സംഭവമാണ്. അപ്പൊ അങ്ങേയറ്റത്തെ വിനയമായിരുന്നു സലഫു സാലിഹ്യങ്ങളുടെ മുഖമുദ്ര. അവരെല്ലാവരും ഒരുപോലെ തന്നെ വിനയമുള്ളവരായിരുന്നു സഹാബത്ത്. وعن النعمان بن حميد رحمه الله يقول دخلت مع خالي على سلمان بالمدائن فسمعته يقول, നുഅ്മാൻ ഇബ്നു ഹുമൈദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. അദ്ദേഹം മദായിനിലാണ്, അദ്ദേഹം മദീന വിട്ട് പിന്നീട് മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസം. അവിടെ അദ്ദേഹം
കച്ചവടം ചെയ്യുന്നുണ്ട്. ഫയഖൂൽ, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, അഷ്തരി ഖൗസൻ ബിദിർഹം ഫഅഅമലുഹു ഫഅബീഉഹു ബിസലാസതി ദറാഹിം. അദ്ദേഹം ഒരു ദിർഹത്തിന് ഒരു വസ്തു വാങ്ങും, എന്നിട്ട് അത് 3 ദിർഹത്തിന് വിൽക്കും. ഫഉഈദു ദിർഹമൻ ഫീഹി വഉൻഫിഖു ദിർഹമൻ അലാ അയാലി വഅതസദ്ദഖു ബിദിർഹം. 3 ദിർഹം കിട്ടിയാൽ 1 ദിർഹം വീണ്ടും കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കും, 1 ദിർഹം ചെലവിനെടുക്കും, 1 ദിർഹം സദഖ ചെയ്യും. വലു അന്ന ഉമർ ഇബ്നു ഖത്താബ് നഹാനി അൻഹു മൻതഹൈത്. ഉമർ റളിയല്ലാഹു അൻഹു എന്നെ തടഞ്ഞിരുന്നെങ്കിൽ, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്, മൻതഹൈത്, ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇത് ഉപേക്ഷിക്കുമായിരുന്നില്ല. അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുമായിരുന്നു എന്നർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു തടയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്യേണ്ടതില്ല, വലിയ സഹാബിയാണ്, അമീർ ആലിമാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാലും ഞാനത് സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവരുടെ വിനയത്തിന്റെ മറ്റൊരു തെളിവാണിത്. അധ്വാനിച്ച് ജീവിക്കുന്നവരായിരുന്നു സഹാബിമാർ. وعن خبيب بن عبد الرحمن رحمه الله قال سمعت عمتي أنيسة رضي الله عنها قالت كنا جوار الحي ينتهين بغنمهن إلى أبي بكر الصديق. ഒരു സഹാബി വനിത പറയുകയാണ്, അവരുടെ അടുത്തുള്ള മദീനയിൽ അവർ താമസിക്കുന്ന പരിസരത്തുള്ള സ്ത്രീകള് അവരുടെ ആടുകളുമായി അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തുകൂടെ കടന്നു പോകും. ഫയഖൂലു ലഹുന്ന, അങ്ങനെ ആട് മേയ്ക്കുന്ന ഈ അടിമപ്പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും. അവരിങ്ങനെ കടന്നു പോയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും, അതുഹിബ്ബൂന അൻ അഹ്ലിബ ലക്കും, ഞാൻ ഈ ആടിനെ കറന്നു തരാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, കടന്നു തരേണ്ടതുണ്ടോ, കറന്നു തരാൻ സഹായിക്കണോ എന്ന് ചോദിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായ മനുഷ്യനാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ജോലി ചെയ്ത്, ആടിനെ കറക്കുക എന്ന് പറഞ്ഞാൽ വളരെ താഴെക്കിടയുള്ള ജോലിയാണ്, അങ്ങനെ ചെയ്ത് സഹായിക്കുമായിരുന്നു. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല അൻ അബീ ബക്കർ വകാന റജുലൻ താജിറൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, മക്കയിൽ തന്നെ വലിയ കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഫകാന യഗ്ദു കുല്ല യൗമിൻ അസ്സൂഖ്, ഓരോ ദിവസവും രാവിലെ മാർക്കറ്റിലേക്ക് പോകും. ഫയബീഉ വയബ്താ, വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. വകാനത് ലഹു ഖിത്അതു ഗനമിൻ തറൂഹു അലൈഹി, അദ്ദേഹത്തിന് അതിന്റെ കൂടെ തന്നെ കുറെ ആടുകളും ഉണ്ടായിരുന്നു. വറുബ്ബമാ ഖറജഹു വനഫ്സുഹു ഫീഹ, ചിലപ്പോ ഈ ആടിനെ മേയ്ക്കാനും നടക്കും. വറുബ്ബമാ കുഫിയഹ, ചില സമയത്ത് മറ്റുള്ളവരെയും ഏൽപ്പിക്കും. വകാന യഹ്ലിബു ലിൽ ഹയ്യി അഗ്നാമഹും, അദ്ദേഹം തന്റെ അയൽവാസികളുടെ ആടുകളെ കറന്ന് പാലെടുത്ത് അവർക്ക് കൊടുക്കുമായിരുന്നു. ഫലമ്മ ബൂയിഅ ലഹു ബിൽ ഖിലാഫ, ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ടപ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അമീറായപ്പോൾ, ഖാലത്ത് ജാരിയത്തുൻ മിനൽ ഹയ്യ്, അവരുടെ അടുത്തുള്ള അയൽവാസിയായ ഒരു സ്ത്രീ പറഞ്ഞു, അൽ ആന ലാ തഹ്ലിബു ലനാ മനാഇഹ ദാരിന, നമ്മുടെ വീട്ടിലെ ആടുകളെയൊന്നും ഇനിയിപ്പോ കറക്കാൻ ആളുണ്ടാവുകയില്ല. ലാ തുഹ്ലബു ലനാ മനാഇഹു ദാരിന. ഫസമിഅഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇദറിഞ്ഞു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ബലാ ലഅംരി ലഅഹ്ലിബന്നഹ ലക്കും, അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് ആടിനെ കറന്നു തരിക തന്നെ ചെയ്യും. വഇന്നി ലഅർജു അല്ലാ യുഗയ്യിറനി മാ ദഖൽതു ഫീഹി അൻ ഖുലുഖിൻ കുൻതു അലൈഹി, ഞാൻ ഏറ്റെടുത്ത ഈ അധികാരം, ഞാൻ ഏറ്റെടുത്ത ഈ സ്ഥാനം, ഇത് എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫകാന യഹ്ലിബു ലഹും, പിന്നീടും അദ്ദേഹം ആടിനെ കറന്നു കൊടുത്തിരുന്നു. ഇത് സ്ഥിരപ്പെട്ട സംഭവമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ കിതാബിൽ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നതൊക്കെ സഹീഹാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് പോലും ഈ ഒരു വളരെ താഴെക്കിടയുള്ള ആളുകൾ ചെയ്യുന്ന ജോലി, ആടിനെ കറക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ മടിക്കും, അധികം ആളുകൾ മടിക്കുന്ന കാര്യമായിരിക്കും, അത് അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ അവസ്ഥ. عن حنظلة بن أبي سفيان رضي الله عنه قال رأيت سالم بن عبد الله عليه إزار ثمنه 4 وقميص ثمنه 5 وهو موسر. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹൻദല റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ സാലിം ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിം ഇബ്നു അബ്ദുല്ലാഹ് വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടു. അലൈഹി ഇസാറുൻ തമനുഹു 4 ദിർഹം വിലയുള്ള ഒരു അരവസ്ത്രമാണ്, മുണ്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. വഖമീസുൻ തമനുഹു 5, അതുപോലെ തന്നെ 5 ദിർഹം വിലയുള്ള ഒരു
കുപ്പായവുമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. വഹുവ മൂസിർ, അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു, എന്നിട്ടും അദ്ദേഹം ഇത്രയും വില കുറഞ്ഞ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. وعن سفيان رضي الله عنه قال عن سفيان رحمه الله قال كانوا يكرهون الشهرتين. സലഫുകൾ രണ്ട് ഷുഹറത്തിനെ വെറുക്കുമായിരുന്നു. ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ പ്രശസ്തി ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അവർ വെറുക്കുമായിരുന്നു. അസിയാബുൽ ജിയാദ് അല്ലത്തി യസ്തഹിറു ഫീഹ, വളരെ മുന്തിയ വസ്ത്രം, ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന വിധത്തിൽ വില കൂടിയ വസ്ത്രം. വയർഫഉ അന്നാസു ഫീഹ അബ്സാറഹും, ജനങ്ങൾ എത്തി നോക്കുന്ന തരത്തിലുള്ള വസ്ത്രം. ഇപ്പൊ ഒരു സദസ്സിലിരുന്നാൽ എല്ലാവരും ഇങ്ങനെ നോക്കും എന്റെ വസ്ത്രം, അങ്ങനെയുള്ള മുന്തിയ തരം വസ്ത്രം അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ വസിയാബുർ റദീഅ അല്ലത്തി യുഹ്തഖറു ഫീഹ വയുസ്തദല്ലു ദീനുഹു, ആളുകൾ പുച്ഛിക്കുന്ന തരത്തിൽ വില കുറഞ്ഞ വസ്ത്രം, അവന്റെ ദീനിനെ ആളുകൾ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വസ്ത്രം. അല്ലെ, വളരെ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വസ്ത്രമായിട്ട് നടന്നാൽ ആളുകൾ അവന്റെ ദീനിനെ തന്നെ കളിയാക്കും. അങ്ങനെയുള്ള വസ്ത്രം, ഇത് രണ്ടും ഷുഹറത്താണ്, രണ്ടും പ്രശസ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ എപ്പോഴും കീറിയ വസ്ത്രമായിട്ട് നടന്നാൽ അവൻ ആ ഒരു പ്രശസ്തി ഉണ്ടാകും, വളരെ വലിയ സാഹിദാണ് എന്നൊരു പ്രശസ്തി ഉണ്ടാകും. ഈ രണ്ട് പ്രശസ്തിയും മുൻഗാമികൾ വെറുത്തിരുന്നു, മിതത്വമായിരുന്നു അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. قال نافع بن جبير رحمه الله لعلي بن الحسين, علي بن الحسين رضي الله عنه رحمه الله താബിഈയാണ്, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹത്തോട് നാഫി ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൻത സയ്യിദുൻ നാസി വഅഫ്ളലുഹും, താങ്കൾ ജനങ്ങളുടെ സയ്യിദാണ്, നേതാവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. വഅഫ്ളലുഹും, ജനങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനാണ്, വലിയ ആലിമും ആബിദും വലിയ തറവാടിയുമൊക്കെയാണ്. ഇത്ര വലിയ തറവാട് ലോകത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്, അങ്ങനെയുള്ള ആളാണ്. എന്നിട്ട് തദ്ഹബു ഇലാ ഹാദൽ അബ്ദ് ഫതജ്ലിസു മഅഹു, സെയ്ദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ മുഫസ്സിർ, അദ്ദേഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അടിമയുടെ അടുത്ത് പോയി ഇരിക്കുകയാണോ, അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ പോവുകയാണോ? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യംബഗി ലിൽ ഇൽമി, ഇൽമ് അർഹിക്കുന്നുണ്ട്, അൻ യുത്ബഅ ഹൈസുമാ കാൻ, അതെവിടെയാണോ അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത് ഇൽമിന്റെ അവകാശമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇൽമിനോടുള്ള ഒരു ബഹുമാനത്തിൽപ്പെട്ടതാണ് ഇൽമ് അന്വേഷിച്ചു പോകുക എന്നുള്ളത്. ഇൽമിന്റെ ആളുകളെ, ഇൽമുള്ള ആളുകളെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരല്ല വേണ്ടത്, ഇൽമ് അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. وعن عبد الله بن احمد رحمه الله قال سمعت ابي يقول, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, എന്റെ ഉപ്പ പറയുന്നതായി ഞാൻ കേട്ടു. قال لي محمد بن ادريس الشافعي, ഇമാം ഷാഫിഈ എന്നോട് പറഞ്ഞു, യാ അബ അബ്ദുല്ലാഹ് അൻത അഅലമു ബിൽ അഖ്ബാരി സിഹാഹ മിന്നാ. നമുക്കറിയാം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഫഖീഹാൻ, ഫിഖഹിന്റെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇൽമുള്ളത്. ഹദീസ് അറിയാം, ഖുർആൻ അറിയാം, എല്ലാ ഇൽമും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. പക്ഷെ കൂടുതൽ അദ്ദേഹത്തിന് കഴിവുള്ളത് ഫിഖഹിലായിരുന്നു. ഇമാം അഹ്മദ് ആണെങ്കിൽ കൂടുതൽ കഴിവുണ്ടായിരുന്നത് ഹദീസിലാണ്. ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന കാര്യത്തിലായിരുന്നു ഇമാം അഹ്മദിന് കൂടുതൽ അറിവ്. അപ്പോൾ ഇമാം ഷാഫിഈ പറയും, നിങ്ങൾക്ക് ഹദീസിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഫൈദാ കാന ഖബറുൻ സഹീഹ്, അതുകൊണ്ട് ഒരു സ്വഹീഹായ ഹദീസ്, എനിക്കറിയാത്ത സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ ഫഅലിംനി ഹത്താ അദ്ഹബ ഇലൈഹി, എന്നെ അറിയിക്കണം ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടി. കൂഫിയൻ കാന ഔ ബസരിയൻ ഔ ഷാമിയൻ, ഏത് നാട്ടിലെ ഹദീസായാലും, ഏത് നാട്ടിലെ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഏത് നാട്ടിലെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും എവിടുന്ന് കിട്ടിയതാണെങ്കിലും അതെന്നെ അറിയിക്കണം, ഞാനത് സ്വീകരിക്കും എന്ന് പറയുമായിരുന്നു. ഇമാം ഷാഫിഈ നമുക്കറിയാം അറിയപ്പെട്ട ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹത്തിന് ഫിഖഹിന്റെ എല്ലാ മസ്അലകളിലും ഖൗലുകളുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മദ്ഹബ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം തന്റെ അഭിപ്രായം അതിൽ കടിച്ചു തൂങ്ങുകയല്ല, അതിനെതിരായ തെളിവ് കിട്ടിയാൽ അറിയിക്കണം, ഞാനത് തിരുത്തും എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം അഹ്മദിനോട് പറഞ്ഞത്. عن سلمة بن شبيب رحمه الله قال سمعت الحميدي في المسجد الحرام يقول وأقبل ابن له يمشي يتبختر. സലമത്ത് ബിൻ ഷബീബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹുമൈദി റഹിമഹുല്ലാഹ്, ഹുമൈദി എന്ന് പറഞ്ഞാൽ ആ പേരിൽ അറിയപ്പെട്ട ഒന്നിലധികം പണ്ഡിതന്മാരുണ്ട്. ഇമാം അബ്ദുല്ലാഹ് ബിൻ സുബൈർ അൽ ഹുമൈദി ഇമാം ബുഖാരിയുടെ ഷെയ്ഖാണ്, അദ്ദേഹമായിരിക്കാം. അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഹുമൈദി ഉണ്ട്. ആരായിരുന്നാലും ഒരു അറിയപ്പെട്ട പണ്ഡിതനാണ്, രണ്ടുപേരും അറിയപ്പെട്ട മുഹദ്ദിസീങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുകയാണ് മക്കത്ത്. വഅഖ്ബല ഇബ്നുൻ ലഹു യംശി യതബഖ്തർ, അദ്ദേഹത്തിന്റെ മകൻ അങ്ങോട്ട് വന്നു, ഒരു അഹങ്കാരത്തിൽ നടക്കുന്നത് പോലെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട് മകൻ. അപ്പൊ മകനോട് ഇദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നക ലതംശി മിശ്യതൻ മാ കാന അബൂക യുഹ്സിനു മശ്യഹ, നീ നടക്കുന്ന ഈ നടത്തം നിന്റെ ഉപ്പ ഒരിക്കലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഒരു വിനയത്തിന് എതിരാകുന്ന രീതിയിൽ ഒരു നടത്തം പോലും, ഒരു ഭാവം പോലും നമ്മുടെ ഭാഗത്തുണ്ടാകരുത് എന്ന് അവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. മക്കളെ എങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്.
عن طارق بن شهاب رضي الله عنه قال لما قدم عمر بن الخطاب عرض الله عنه الشام عرضت له مخاضة فنزل عن بعيره ونزع موقيه فأمسكهما بيده. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലാഹു അലം. عن منذر رحمه الله قال كان الربيع بن خثيم رحمه الله يكنس حشه. റബീഉ ഇബ്നു ഖുസൈം റഹിമഹുല്ലാ, അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ ഒക്കെ ശിഷ്യനാണ്, താബിഇയാണ്, വലിയ ഇമാമാണ്. അദ്ദേഹം കാന യക്നിസു ഹുഷഹു, ടോയ്ലറ്റ് വൃത്തിയാക്കുമായിരുന്നു, അടിച്ചുവാരിയൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഉഹിബ്ബു അൻ ആഖുദ മിൻഹു നസീബ, എനിക്ക് ഇതിലൊരു പങ്ക് വേണം. അതായത് ഈ ജോലി ചെയ്യാൻ വേറെ ആളില്ലാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് വിനയമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അൻ ഖലഫ് ഇബ്നു തമീം സമിഅതു ഇബ്രാഹിം ഇബ്നു അദ്ഹം യഖൂൽ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് താബിഇയാണ്, അദ്ദേഹം പറഞ്ഞു, ലാ യംബഗി ലിർറജുലി അൻ യദഅ നഫ്സഹു ദൂന ഖദ്രി, ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിനെ അതിന്റെ അർഹിക്കുന്നതിൽ താഴെ വെക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു നിലയും വിലയുണ്ടാകും, അത് വില കളയുന്ന തരത്തിൽ, ആ വില കളയുന്ന തരത്തിൽ പെരുമാറരുത്. അതുപോലെ തന്നെ വലാ യർഫഅ നഫ്സഹു ഫൗക ഖദ്രിഹി, നമ്മുടെ വലിപ്പം എത്രയാണോ, നിലയും വിലയും എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് ഉയർത്താനും ശ്രമിക്കരുത്. നമുക്ക് അള്ളാഹു തന്ന ഒരു സ്ഥാനമുണ്ട്, ആ നില മനസ്സിലാക്കി, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം പെരുമാറുന്നത്. عن أبي صالح الفراء رحمه الله قال سمعت ابن المبارك يقول من التواضع أن تقنع نفسك عند من هو دونك في نعمة الدنيا حتى تعلمه أنه ليس لك فضل عليه لدنياك. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെക്കാളും ദുനിയാവ് കുറഞ്ഞ ആളുകൾക്ക് തോന്നണം, നമ്മൾ കാണുമ്പോൾ അവരെക്കാൾ നമുക്കൊരു സ്ഥാനവുമില്ല എന്നവർക്ക് തോന്നണം. ആ രീതിയിൽ അവരോട് പെരുമാറണം. وأن ترفع نفسك عند من هو فوقك في دنياه حتى تعلمه أنه ليس لدنياه فضل عليك. നമ്മെക്കാൾ പണമുള്ള അല്ലെങ്കിൽ ദുനിയാവ് കിട്ടിയിട്ടുള്ള ഒരാളുടെ മുന്നിൽ അവന് അല്ലാഹു കൊടുത്ത ഈ അനുഗ്രഹം, അവന്റെ കയ്യിലുള്ള ഈ ദുനിയാവ്, അത് നമ്മൾ വിലവെക്കുന്നില്ല എന്നും തോന്നണം. എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് ആർത്തിയില്ല എന്നും തോന്നണം. നമ്മെക്കാൾ താഴെയുള്ള ആളുകളോട് വിനയത്തോട് പെരുമാറിയിട്ട് നമ്മുടെ അടുത്ത് അധികമുള്ളത് അവർക്ക് അനുഭവപ്പെടരുത്, അവർക്കത് തോന്നരുത്. അതാണ് വിനയം എന്ന് പറയുന്നത്. عن محمد بن جعفر رحمه الله, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ ജഅഫർ. قال, അദ്ദേഹം പറഞ്ഞു, സുഇല ഫുളൈൽ ബിൻ ഇയാദ് അൻ തവാദു, ഇമാം ഫുളൈൽ ബിൻ ഇയാദ് താബിഇയായ മഹാനാണ്, അദ്ദേഹത്തോട് വിനയത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യഖ്ളഉ ലിൽ ഹഖ് വയൻഖാദു ലഹു, ഹക്കിന് മുന്നിൽ കീഴടങ്ങും, ഹക്കിന് വഴിപ്പെടും. വയഖ്ബലുൽ ഹഖ് മിൻ കുല്ലി മൻ യസ്മഉഹു മിൻഹു, ആരുടെ അടുത്ത് നിന്ന് ഹക്ക് കേട്ടാലും സ്വീകരിക്കും. ഒരു മസ്അലയിൽ, ദീനിയായ ഒരു വിഷയത്തിൽ ഹക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കും. ഇതാണ് വിനയത്തിന്റെ അടിസ്ഥാനം. വിനയത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തത് ഇതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമേ വരുന്നുള്ളൂ. ഒരാളുടെ വസ്ത്രത്തിലുള്ള വിനയവും, അതുപോലെ തന്നെ താഴെക്കടയുള്ള ജോലികൾ ചെയ്യുന്നതും, സദസ്സിൽ കിട്ടിയ സീറ്റിൽ ഇരുന്ന് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും, ഇതൊക്കെ രണ്ടാമത് വരുന്നു. അതിന്റെയൊക്കെ മുമ്പ് വേണ്ട കാര്യമാണ് യൻഖാദുലിൽ ഹഖ്, ഹക്കിന് കീഴൊതുങ്ങുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ബത്തറുൽ ഹഖ്, ഹക്ക് തള്ളിക്കളയുക എന്നാണ്. അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ്, കിബറിന്റെ വിപരീതമാണ് തവാദു. അപ്പൊ തവാദു എന്ന് പറഞ്ഞാൽ ഹക്ക് സ്വീകരിക്കലാണ്. നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നതിനെതിരായിട്ടാണ് ഒരാൾ പറഞ്ഞു തരുന്നത്, തെളിവ് അയാളുടെ കൂടെ ഉണ്ടെന്ന് തോന്നി, അത് സ്വീകരിക്കുക. അത് ലോകത്ത് വേറെ ഒരാളും വിശ്വസിക്കുന്നില്ല. ഹദീസുണ്ട്, ആയത്തുണ്ട്, പക്ഷെ നമ്മുടെ പരിചയത്തിൽ ആരും അത് സ്വീകരിക്കുന്നില്ല. അത് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്, ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദങ്ങൾ, അത് സ്വീകരിക്കേണ്ടതില്ല. ഇമാം അഹ്മദ് പറഞ്ഞൊരു ഖൗലുണ്ട്, ലാ തഖുൽ ഫി മസ്അലത്തിൻ ലൈസ ലക ഫീഹാ ഇമാം, ഒരു ഇമാമില്ലാത്ത ഒരു മസ്അല നീ പറയരുത് എന്ന് പറഞ്ഞാൽ ഒരു ആയത്തോ ഹദീസോ ഉണ്ട്, പക്ഷെ ലോകത്ത് ഒരു ആലിം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുത്തിട്ടില്ലെങ്കിൽ, അതിനർത്ഥം ഈ ആയത്തിന് എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടാകും, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആവുകയില്ല. ഈ ഹദീസ് ചിലപ്പോൾ ദുർബലമായിരിക്കും, അത് വേറെ വിഷയം. നേരെ മറിച്ച് ആയത്തും ഹദീസും വ്യക്തമാണ്, അതുകൊണ്ട് പറഞ്ഞ ഇമാമിങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മുടെ പരിചയത്തിൽ ഈ ദുനിയാവിൽ ആരും ഇന്നത് അമൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മളത് സ്വീകരിച്ചിരിക്കണം. ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളത് സ്വീകരിച്ചിരിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് കാണാം, ഒരു വിഷയത്തില് ഹക്ക് നിനക്ക് മനസ്സിലായി, ഹദീസ് മനസ്സിലായി, ഇതാണ് ശരിയെന്ന് മനസ്സിലായി, എന്നിട്ട് ലോകത്തുള്ള
ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും എതിർക്കേണ്ടി വന്നു ഹക്ക് സ്വീകരിച്ചതിന്റെ പേരിൽ. അള്ളാഹു താല നിന്നെ ചോദ്യം ചെയ്യുകയില്ല. എന്തുകൊണ്ട് ഇന്ന ആൾക്കെതിരായി, എന്തുകൊണ്ട് അയാളുടെ കൂടെ കൂടിയില്ല എന്നൊരു ചോദ്യം നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് വിനയം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അറിവ് കുറഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ. ഇത്രയും കാലത്ത് നമ്മൾ ജീവിച്ചിട്ട്, ഇത്രയും കാലം മുസ്ലിമായി ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു മസലയിൽ നമ്മൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് തെളിവ് കിട്ടി നമ്മൾ തിരുത്തിയ ഒരു അനുഭവം നമുക്കുണ്ടോ? ഉലമാക്കള്, ഇമാമിയങ്ങള് എത്രയോ തിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫിഖ്ഹിയായ മസലകളിൽ, അഖീദയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, ഫിഖ്ഹിയായ മസലകളിൽ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് 2 മദ്ഹബുണ്ട്, ഖദീമായ മദ്ഹബും ജദീദായ മദ്ഹബും ഉണ്ട്. അദ്ദേഹം ആദ്യകാലത്ത് കൊടുത്ത ഫത്വകളാണ് അൽ മദ്ഹബുൽ ഖദീം എന്നറിയപ്പെടുന്നത്. അതിലില്ലാത്ത എത്രയോ മസലകൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതാണ് അൽ മദ്ഹബുൽ ജദീദ് എന്നറിയപ്പെടുന്നത്, ഇമാം ഷാഫിയുടെ പുതിയ മദ്ഹബ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് എത്രയോ മസലകൾ തിരുത്തിയിട്ടുണ്ട്. ഇന്നും ഉലമാക്കൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇൽമ കുറഞ്ഞതുകൊണ്ടല്ല, അവർക്ക് വിനയം കൂടിയതുകൊണ്ടാണ്, തവാളു കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് തവാളുവിന്റെ അടിസ്ഥാനം. ഹക്ക് ആര് പറഞ്ഞാൽ സ്വീകരിക്കുക. നമ്മുടെ ശത്രുവാണെങ്കിലും, നമുക്ക് ദേഷ്യമുള്ള ആളുകളാണെങ്കിലും, വിരോധമുള്ള ആളുകളാണെങ്കിലും, അവർ പറഞ്ഞതിൽ തെളിവുണ്ടോ അത് സ്വീകരിക്കുക, അത് നിർബന്ധമാണ്. അതാണ് തവാളുവിന്റെ അടിസ്ഥാനം. عن يونس بن عبد الله رحمه الله قال سمعت الشافعي يقول التواضع من أخلاق الكرام. മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് വിനയം എന്ന് പറയുന്നത്. വത്തകബ്ബുർ മിൻ ശിയമി അഖ്ലാഖിൽ ലിആം. മോശപ്പെട്ടവരുടെ, വളരെ തരം താഴ്ന്നവരുടെ സ്വഭാവമാണ് കിബ്ർ, അഹങ്കാരം എന്ന് പറയുന്നത്. ഖാല വസമിഅതു ശാഫിഈ യഖൂൽ. ഇമാം ശാഫിഈ തന്നെ പറയുന്നത് ഞാൻ കേട്ടു, അർഫഉ الناس ഖദ്റൻ. ജനങ്ങളിൽ ഏറ്റവും ഉയർന്ന ആളുകൾ ആരാണ്? മൻ ലാ യറാ ഖദ്റഹു. തനിക്ക് യാതൊരു വിലയും കാണാത്തവരാണ്. തങ്ങളെക്കുറിച്ച് വലുത് കരുതാത്ത ആളുകളാണ് ഏറ്റവും ഉയർന്ന ആളുകൾ. വഅക്ബറു الناس ഫദ്ലൻ. ഏറ്റവും ഫദ്ലുള്ളവർ, ഏറ്റവും ശ്രേഷ്ഠരാരാണ്? മൻ ലാ യറാ ഫദ്ലഹു. തനിക്കൊരു ഫദ്ലുമില്ല എന്ന് വിചാരിക്കുന്നവരാണ്. വഖാല ഇബ്നു അബീ ലൈല റഹിമഹുല്ലാഹ് മാ റഅയ്തു ദാ ഉജ്ബിൻ ഖത്തു ഇല്ലാ തറാനി ബഅദു ദാഇഹി. സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നു അബീ ലൈല റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഉജ്ബ് കൊണ്ട് നടക്കുന്ന ആളുകൾ, ഉജ്ബ് എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള മതിപ്പ്, അഹങ്കാരത്തിന്റെ മറ്റൊരു വകഭേദമാണ്. നമ്മൾ വലിയവനാണെന്നുള്ള ചിന്ത. ഉജ്ബുള്ള ഒരാളെ കണ്ടാൽ അവന്റെ രോഗത്തിന്റെ ഒരു അംശം എനിക്കും പകരും. എന്താ ഉദ്ദേശിക്കുന്നത്? അത് മുൻഗാമികളായ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, യുരീദു അന്നഹു യബ്അസുഹു അലാ മുകാഫഅതിഹി ബിത്തകബ്ബുരി അലൈഹി. എന്താണ് ഇവിടെ ഇബ്നു അബീ ലൈല ഉദ്ദേശിക്കുന്നത്? ഒരാൾ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നത് കണ്ടാൽ സ്വാഭാവികമായും കാണുന്നവൻ എന്ത് തോന്നും? ഇവന് തിരിച്ച് കൊടുക്കാൻ തോന്നും, തിരിച്ച് ഇതുപോലെ ഇവനോട് അഹങ്കാരത്തോടെ പെരുമാറാൻ തോന്നും. അറിയാതെ നമുക്ക് തോന്നിപ്പോവും. അപ്പോ അവനെപ്പോലെ ആയിട്ടില്ലെങ്കിലും ഒരാൾ അഹങ്കാരത്തോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ കുറച്ചൊരു അഹങ്കാരത്തിൽ തിരിച്ചു സംസാരിക്കും. അപ്പൊ അഹങ്കാരത്തിന്റെ ഒരു ഷെറാണത്. അതെന്ത് ചെയ്യും? അവന്റെ അടുത്തുകൂടി നടന്നു പോണവർ വരെ അഹങ്കാരികളാക്കി മാറ്റും. കാരണം ഒരാള് അങ്ങനെ സംസാരിക്കുമ്പോൾ, കിബറോടുകൂടി പെരുമാറുന്നത് കാണുമ്പോൾ അവനെ കാണുന്ന സാധാരണ ആളുകളൊക്കെ എന്ത് ചെയ്യും? അവനോട് തിരിച്ചു അങ്ങനെ പെരുമാറും. അപ്പൊ അവരൊക്കെ അഹങ്കാരികളാകാൻ ഈ അഹങ്കാരി കാരണക്കാരനാവും. അത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അത് കിബ്റിന്റെ ഒരു ലക്ഷണക്കേടിൽപ്പെട്ടതാണ്, അതിന്റെ ഒരു ദോഷത്തിൽപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് കൂടി പകർത്തുന്ന ഒരു അസുഖമാണ് കിബ്ർ എന്ന് പറയുന്നത്. قال ابن الجوزي رحمه الله عن الوزير ابن هبيرة. ഇമാം ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഒരു ആലിമാണ്, വലിയ ഹദീസിന്റെയും ഫിഖഹിന്റെയും ഒക്കെ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു ജൗസി പറയുകയാണ്, കാന മുബാലിഗൻ ഫി തഹ്സീലി തഅദീം ലിദ്ദൗല ഖാമിഅൻ ലിൽമുഖാലിഫീന ബിഅൻവാഇൽ ഹിയൽ. അദ്ദേഹം അന്നത്തെ ഭരണാധികാരികളോട് വളരെ ബന്ധമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. ഇബ്നു ഹുബൈറ മന്ത്രിയായിരുന്നു. സലാജിഖ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കാലത്ത് അവിടെ മന്ത്രിയായിരുന്നു. ഹസമ ഉമൂർ സലാത്തീൻ അസ്സൽജൂഖിയ്യ വഖദ് കാന ആദാഹു ഷഹ്നത്തുൻ ഫീ സിബാഹു ഫലമ്മ വസിറ ഇസ്തഹദറഹു വഅക്രമ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു അറിയപ്പെട്ട വ്യക്തി, അദ്ദേഹം ചെറുപ്പത്തിൽ ഇബ്നു ഹുബൈറയെ എന്തോ ഉപദ്രവം ചെയ്തിരുന്നു. ഇബ്നു ഹുബൈറ അങ്ങനെ മന്ത്രിയായി കഴിഞ്ഞപ്പോ ഇസ്തഹദറഹു വഅക്രമ, ഈ ശത്രുവിനെ വിളിച്ചു വരുത്തി കുറെ ഹദിയകളൊക്കെ കൊടുത്തു. വകാന യതഹദ്ദസു ബിനിഅമില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. വയദ്കുറു ഫീ മൻസിബിഹി, അദ്ദേഹത്തിന്റെ ശത്രുവിനെ കൊണ്ടുവന്ന് ആദരിച്ചു. അപ്പോൾ ശത്രുവിനോട് അദ്ദേഹം വിനയം കാണിച്ചു എന്നർത്ഥം.
വയദ്കുറു ഫീ മൻസിബിഹി ശിദ്ദത ഫഖ്രിഹിൽ ഖദീം. അദ്ദേഹം മന്ത്രിസ്ഥാനം കിട്ടിയതിനു ശേഷവും തന്റെ പഴയകാലം മറന്നില്ല, പഴയകാലത്തുള്ള ദാരിദ്ര്യമൊക്കെ അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നു. വഖാല, അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നസൽതു യൗമൻ ഇലാ ദുജ്ല, ഒരിക്കൽ ഞാൻ ദുജ്ല എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ് നദി, അതിന്റെ അടുത്ത് പോയി. വലൈസ മഈ റഗീഫുൻ അഅ്ബുറു ബിഹി, എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ടൈഗ്രീസ് നദിയുടെ അടുത്ത് പോയി വെള്ളം കുടിക്കാനായിരിക്കും, പട്ടിണി മാറ്റാൻ വേണ്ടി വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട്. വകാന യുക്സിറു മുജാലസത്തുൽ ഉലമാഇ വൽ ഫുഖറ, അദ്ദേഹം മന്ത്രിയായതിനു ശേഷവും പണ്ഡിതന്മാരുടെയും അതുപോലെ മിസ്കിന്മാരുടെയും അടുത്തിരിക്കുമായിരുന്നു. വയബ്ദുലു ലഹുമുൽ അംവാൽ, അവർക്കൊക്കെ ധാരാളം കൈയയച്ച് സഹായങ്ങൾ ചെയ്യുമായിരുന്നു. ഫകാനത്ത് ഇസ്സനതു തദൂറു വഅലൈഹി ദുയൂൻ, അദ്ദേഹം പലപ്പോഴും കടത്തിലായിരിക്കും, മന്ത്രിയായിരിക്കെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കടത്തിലായിരിക്കും. വഖാല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മാ വജബത് അലയ്യ സകാത്തുൻ ഖത്ത്, ഒരിക്കലും എനിക്ക് സകാത്ത് ഫർളായിട്ടില്ല. സകാത്ത് ഫർളാണെങ്കിൽ നമ്മുടെ സമ്പത്ത് നിശ്ചിത അളവ് നിസാബെത്തിയിട്ട് ഒരു വർഷം കഴിയണം, ഒരു വർഷം കയ്യിൽ പണം നിൽക്കാറില്ല. വകാന ഇസ്തഫാദ ശൈഅൻ മിനൽ ഇൽം, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇൽമ കിട്ടിയാൽ അദ്ദേഹം പറയും, അഫാദനീഹി ഫുലാൻ, അദ്ദേഹം പറയും ഇന്ന വ്യക്തിയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം, ഇൽമിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പഠിപ്പിക്കുകയാണെങ്കിൽ അതാരാണ് പഠിപ്പിച്ചത് എന്ന് പറയും. ഫകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അഫാദനീഹി ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഇബ്നുൽ ജൗസിന്റെ ഉസ്താദാണ്. ഇബ്നുൽ ജൗസി പറയാണ്, അദ്ദേഹം ചിലപ്പോൾ ദർസിൽ പറയും, എന്റെ ശിഷ്യൻ ഇബ്നുൽ ജൗസിയാണ് എനിക്കിത് പറഞ്ഞു തന്നത് എന്ന് ദർസിൽ പറയും. ഫകുന്തു അസ്തഹി, എനിക്ക് നാണം തോന്നും, കാരണം ഞാൻ എത്രയോ താഴെയാണ്. പക്ഷേ ഉസ്താദ് ശിഷ്യന്റെ പേര് പറയും. വജഅല ലി മജ്ലിസൻ ഫീ ദാരിഹി കുല്ല ജുമഅ, അദ്ദേഹം തന്റെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ഒരു മജ്ലിസ് ഉണ്ടാക്കിയിരുന്നു, ക്ലാസ് എടുക്കാൻ വീട്ടിൽ ഒരു സദസ് ഉണ്ടാക്കിയിരുന്നു. വയഅ്ദനു ലിൽ ആമത്തി ഫിൽ ഹുദൂർ, അവിടെ എല്ലാ സാധാരണക്കാരെയും വിളിച്ചുകൂട്ടി ക്ലാസ് എടുപ്പിക്കും ശിഷ്യനെ കൊണ്ട്. വകാന ബഅദുൽ ഫുഖറാഇ യഖറഉ ഇൻദഹു കസീറൻ, ചില മിസ്കീന്മാർ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് വായിക്കുമായിരുന്നു, എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കുമായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിതാബുകൾ പഠിക്കുമായിരുന്നു. മന്ത്രിയായി ആണ്, ആലിമാണ്, മന്ത്രിയുമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ മിസ്കിന്മാരായിട്ടുള്ള ആളുകൾ പഠിക്കും. ഫഅഅജബഹു, അങ്ങനെ ഈ പാവപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാമെന്ന ഈ മിസ്കീനെ, ഈ ഫക്കീറിനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഫഅഅജബഹു ഫഖാല ലിസൗജത്തിഹി, അദ്ദേഹം ഇബ്നു ഹുബൈറ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഉരീദു അൻ ഉസവ്വിജഹു ബിബ്നതി, എന്റെ മകളെ ഇവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ശിഷ്യൻ. ഫഗളിബത്തിൽ അപ്പൊ ഈ ഉമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ ദേഷ്യം പിടിച്ചു. വകാന യഖറഉ ഇൻദഹുൽ ഹദീസ് കുല്ലു യൗമിൻ ബഅദൽ അസ്ർ, എല്ലാ ദിവസവും അസ്റിന് ശേഷമാണ് ഇദ്ദേഹം ഹദീസ് വായിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ അടുക്കൽ. ഫഹദറ ഫഖീഹുൻ മാലിക്കി, അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ അടുക്കൽ, ഇദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു മാലിക്കി മദ്ഹബുകാരനായ പണ്ഡിതൻ വന്നു. ഫദുക്കിറത് മസ്അല, ഒരു മസ്അല അവിടെ ചർച്ചയായി. ഫഖാലഫ ഫീഹൽ ജമീഅ വഅസറ, അങ്ങനെ ഈ മാലിക്കി പണ്ഡിതൻ ഈ മസ്അലയിൽ ഒറ്റപ്പെട്ടെന്തോ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന് എന്താണ് അഭിപ്രായം, അത് മറ്റു പണ്ഡിതന്മാരൊന്നും പറയാത്തതാണ്. അങ്ങനെ അവിടെ ഒരു ചർച്ചയുണ്ടായി. ഫഖാൽ വസീർ, ഈ ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് അദ്ദേഹം ദേഷ്യം പിടിച്ചു. അഹിമാറുൻ അൻത, നീ കഴുതയാണോ എന്ന് ചോദിച്ചു ദേഷ്യത്തിൽ. അമാ തറ അൽ കുല്ലു യുഖാലിഫൂനക, എല്ലാവരും നിനക്കെതിരാണ്, എന്നിട്ട് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് പറഞ്ഞു. ഫലമ്മ കാന മിനൽ ഗദ്, അങ്ങനെ ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയി, ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോ ഫലമ്മ കാന മിനൽ ഗദ്, പിറ്റേ ദിവസമായപ്പോ ഖാല ലിൽ ജമാഅ, അദ്ദേഹം ആളുകളൊക്കെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇന്നഹു ജറാ മിന്നി ബിൽ അംസി ഫി ഹഖ്ഖി ഹാദർ റജുലി മാ ലാ യലീഖ്, ഈ വ്യക്തിയുടെ വിഷയത്തിൽ ഇന്നലെ ഞാൻ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഫൽയഖുൽ ലീ കമാ ഖുൽതു ലഹു, ഞാൻ കഴുത എന്ന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനും എന്നെ കഴുത എന്ന് പരസ്യമായി വിളിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ വിളിച്ചിട്ട്. ഫമാ അന ഇല്ലാ കഅഹദിക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ്. ആഴ്ച നോക്കൂ, മന്ത്രി അയക്കുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഒരു അബദ്ധം പറഞ്ഞതിന്റെ പേരിൽ കഴുത എന്ന് വിളിച്ചു പോയത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് തിരിച്ചിതുപോലെ വിളിക്കാൻ വേണ്ടി ഉസ്താദ് പറയാണ്. ഉസ്താദ് മന്ത്രിയുമാണ്, വലിയ ഇമാമുമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഫവജ്ജൽ മജ്ലിസു ബിൽ ബുക്കാ, സദസ്സിലിരുന്ന ആളുകൾ എല്ലാവരും കരയാൻ തുടങ്ങി. വഅതദറ അൽ ഫഖീഹ്, ഈ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഈ പണ്ഡിതൻ, അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഇന്നലെ ഞാൻ അബദ്ധം പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞിട്ട്. ഫഖാല, അപ്പൊ ഇബ്നു ഹുബൈറ പറഞ്ഞു, അന ഔലാ ബിൽ ഇഅ്തിദാർ, ഞാനാണ് മാപ്പ് പറയേണ്ടത്. വജഅല യഖൂൽ, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അൽ ഖിസാസ് അൽ ഖിസാസ്, നീ പ്രതികാരം ചെയ്തേ പറ്റുകയുള്ളൂ, അതുപോലെ തിരിച്ച് കഴുത എന്ന് വിളിച്ചേ പറ്റൂ. ഫലം യസൽ ഹത്താ ഖാല യൂസുഫ് അദ്ദിമഷ്ഖി, അങ്ങനെ ഇദ്ദേഹം വാശി പിടിക്കുകയാണ്, പ്രതികാരം ചെയ്യണം, മറ്റേയാൾ അതിന് തയ്യാറുമല്ല. അപ്പൊ ആ സദസ്സിലുണ്ടായിരുന്ന മറ്റൊരു ശിഷ്യൻ യൂസുഫ് അദ്ദിമഷ്ഖി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഇദ് അബ അൽ ഖിസാസ് ഫൽ ഫിദ, ഫിഖ്ഹിന്റെ മസ്അലയാണ്,
ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതികാരം. ഒരാളുടെ കൈ മുറിച്ചാൽ തിരിച്ച് കൈ മുറിക്കണം, കൊന്നാൽ തിരിച്ചു കൊല്ലണം. അപ്പൊ ഖിസാസിന്റെ നിയമം എന്താണ്? ഒരാൾ അതിന് തയ്യാറല്ലെങ്കിൽ ഫൽഫിദ, പിന്നെ അടുത്തത് എന്താണ്? മോചനദ്രവ്യം കൊടുക്കലാണ്, പൈസ കൊടുക്കലാണ്. അത് ഫഖാൽ വസീർ, അപ്പൊ വസീർ പറഞ്ഞു ലഹു ഹുക്മുഹു, അവന് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. അങ്ങനെ അത് മതിയെങ്കിൽ, നഷ്ടപരിഹാരം മതിയെങ്കിൽ അത് മതി. ഫഖാൽ അൽ ഫഖീഹ്, അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു നിഅമുക അലയ്യ കസീറ, താങ്കൾ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പണ്ഡിതന്മാരെ. ഇദ്ദേഹത്തിന് കുറെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇൽമ പഠിപ്പിച്ചിട്ടുണ്ട്. നിഅമുക അലയ്യ കസീറ, താങ്കൾ എനിക്ക് ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾ തന്നെ ധാരാളമാണ്. ഫഅയ്യു ഹുക്മിൻ ബഖിയ, ഇനി ഞാൻ എന്ത് ചോദിക്കാനാണ്? ഖാല ലാ ബുദ്ദ, അദ്ദേഹം പറഞ്ഞു നിർബന്ധമാണ്, ഒരു നഷ്ടപരിഹാരം പറഞ്ഞേ പറ്റൂ, എത്രയാണ് വേണ്ടത് എന്ന് പറയണം. ഖാല അലിയ ദൈനു 100 ദീനാർ, ഇയാൾ പറഞ്ഞു എനിക്കൊരു 100 ദീനാർ കടമുണ്ട്. 100 ദീനാർ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്, ഇത്ര കടമുണ്ട്. ഫഅഅതാഹു 100 ദീനാർ, അദ്ദേഹം 200 ദീനാർ കൊടുത്തു. വഖാല 100 ലിഇബ്റാഇ ദിമ്മതിഹി വ100 ലിഇബ്റാഇ ദിമ്മതി, എന്നിട്ട് പറഞ്ഞു 200-ൽ 100 ദീനാർ നിന്റെ ബാധ്യത വീട്ടാനാണ്, കടം വീട്ടാൻ, മറ്റേ 100 ദീനാർ എന്റെ ബാധ്യത വീട്ടാനാണ്, ചീത്ത വിളിച്ചതിനുള്ളതാണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു അൽ വസീർ ഇബ്നു ഹുബൈറ. ഇബ്നു ഹുബൈറയുടെ കിതാബുകളൊക്കെ അറിയപ്പെട്ടതാണ്, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇതൊരു കെട്ടുകഥയല്ല. ഇബ്നുൽ ജൗസി തന്റെ ശൈഖിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം നേരിട്ട് ഹാജരായതായിരിക്കും ആ സദസ്സുകളിലൊക്കെ. ഇങ്ങനെയായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ. അദ്ദേഹത്തിന് ഒരു മിസ്കീനായ ശിഷ്യനെ ഇഷ്ടപ്പെട്ടപ്പോ ഭാര്യ ദേഷ്യം പിടിച്ചു, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു എന്നത് അല്ലാഹു ആലം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളാണ്. ഇതൊക്കെയായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാരുടെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഇവരൊക്കെ അനുകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാല അബുൽ ബഖ്തരി റഹിമഹുല്ലാ, ഇമാം അബ്ദുർ റസാഖ് ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുസന്നഫ് എന്ന കിതാബിൽ ഉദ്ധരിച്ച അഥറാണ്. ലഅൻ അകൂന ഫി ഖൗമിൻ അഅലമു മിന്നി, എന്നെക്കാൾ അറിവുള്ള, എന്നെക്കാൾ ഇൽമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന ഫി ഖൗമിൻ അന അഅലമുഹും, ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അതെന്താണ് അവരുടെ അവസ്ഥ? രണ്ടാമത് പറഞ്ഞവര് അവരുടെ കൂട്ടത്തിൽ ഞാനായിരിക്കും കൂടുതൽ ഇൽമുള്ള ആൾ. അപ്പോൾ എന്റെ അത്ര ഇൽമില്ലാത്ത ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നെക്കാൾ ഇൽമുള്ളവരുടെ കൂടെ ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിന്റെ ലക്ഷ്യം. നമ്മെക്കാൾ ഇൽമുള്ള ആളുകളുടെ കൂടെ ഇരുന്നാൽ നമുക്ക് നേട്ടമാണ്, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ എല്ലാവരും നമ്മളെക്കാളും അറിവ് കുറഞ്ഞവരാണെങ്കിൽ അവരുടെ ജഹല് നമുക്ക് ഇങ്ങോട്ട് പകരം ചെയ്യും, നമുക്ക് കിബറ് വരും. അങ്ങനെ അത് നമുക്ക് നഷ്ടമായി മാറുകയാണ് ചെയ്യുക. എന്നാൽ തവാദു ഇല്ലാത്ത കിബറുള്ള ഒരാളുടെ ഇഷ്ടം, അയാളുടെ താല്പര്യം എന്തായിരിക്കും? എപ്പോഴും തന്നെക്കാൾ കുറഞ്ഞ ഇൽമു കുറഞ്ഞ ആളുകളുടെ കൂടെ നടക്കാനായിരിക്കും, അവരുടെ കൂടെ, അവരുടെ ഇടയിൽ നേതാവാകാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുക. അനിൽ അഅ്മശ് റഹിമഹുല്ലാ, താബിഇയായ ഇമാമാണ്, സുലൈമാൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു റുബ്ബമാ റഅയ്തു മഅ ഇബ്രാഹിം അത്തൈമി അശ്ശൈഅ യഹ്മിലുഹു. ഇമാം ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും വസ്തു തലയിൽ വെച്ച് ഭാരം വഹിച്ച് നടക്കുന്നത് കാണും. യഖൂലു, അദ്ദേഹം പറയും ഇന്നി ലഅർജു ഫീഹിൽ അജ്ർ, ഞാൻ ഈ ഭാരം വഹിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ വിനയം കാണിക്കാൻ വേണ്ടി, വിനയം ഉണ്ടാകാൻ വേണ്ടി, കിബ്ർ ഒഴിവാകാൻ വേണ്ടി സലഫുകൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ വിനയം ഉണ്ടായാൽ പ്രതിഫലം ഉണ്ടാവും. വിനയം അല്ലാഹുവിന് ഇഷ്ടമുള്ള സ്വഭാവമാണ്. അൻ ഖതാദ റഹിമഹുല്ലാ, മറ്റൊരു താബിഇയാണ്, അദ്ദേഹം പറയുന്നു മൻ ഉഅതിയ മാലൻ വജമാലൻ, ആർക്കാണോ അല്ലാഹു സമ്പത്തും സൗന്ദര്യവും നൽകിയത്, വസിയാബൻ വഇൽമൻ, അതുപോലെ നല്ല വസ്ത്രവും ഇൽമും ഒക്കെ കൊടുത്തത്, സുമ്മ ലം യതവാദ, എന്നിട്ട് അവൻ വിനയം കാണിച്ചില്ല. അഥവാ അള്ളാഹുവിന്റെ ഏത് നിഅമത്താലും, ഈ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ല, അള്ളാഹുവിന്റെ എന്തൊരു നിഅമത്തും, സമ്പത്താകട്ടെ, തറവാടാകട്ടെ, എന്തൊരു നിഅമത്ത് അള്ളാഹു ചെയ്താലും സുമ്മ ലം യതവാദ, എന്നിട്ട് അവൻ ആ നിഅമത്തിന് പകരം വിനയം കാണിക്കുന്നില്ലെങ്കിൽ, കാന അലൈഹി വബാലൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇത് അവനൊരു നാശമായിരിക്കും, ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്ത് ആളുകൾ 2 തരത്തിൽ സ്വീകരിക്കും. ഒരു കൂട്ടര് കിബ്ർ കാണിക്കും, ആ കിട്ടിയത് തന്റെ കഴിവുകൊണ്ടാണ് എന്നുള്ള നിലക്ക് പെരുമാറും. ഖാറൂൻ ചെയ്തതുപോലെ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം, എന്റെ അറിവ് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ പ്രകാരം ഞാനിതിന് അർഹനാണ് എന്ന് അള്ളാഹുവിന് അറിയാം, അതുകൊണ്ടാണ് കിട്ടിയത് എന്നൊക്കെ അഹങ്കരിക്കും. മറിച്ച് ചില ആളുകൾ എന്ത് ചെയ്യും? വിനയമായിരിക്കും വർദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹായപ്പോൾ എന്താണ് ചെയ്തത്? ആ സംഭവം റിവായത്ത് ചെയ്യുന്ന റിവായത്തുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആട്ടി പുറത്താക്കിയ ആളുകളുടെ ഇടയിലേക്കാണ് വരുന്നത്, മക്ക കീഴടക്കിയിട്ട്. അങ്ങോട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് തലകുനിച്ചിരുന്ന് താടി ഒട്ടകത്തിന്റെ ശരീരത്തിൽ മുട്ടാൻ മാത്രം അത്രയും ആയിപ്പോയിരുന്നു. വിനയത്തോടു കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചത്. അപ്പോ
ഈ രണ്ട് രൂപത്തിലുണ്ടാകും ആളുകൾ. ഏതൊരു നിഅമത്താണെങ്കിലും, അവിടെ മക്ക ഫത്ഹ എന്നുള്ളത് നിഅമത്താണ്. അതുപോലെ നമുക്ക് കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അതിൽ നമ്മൾ തവാദു ആണോ കാണിക്കുന്നത്? അതല്ല നമ്മെക്കാൾ താഴെയുള്ളവരെ ഒക്കെ തരം താഴ്ത്താൻ വേണ്ടി, അവർക്കിടയിൽ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി അതിനാണോ നമ്മൾ ശ്രമിക്കുന്നത്? ഓരോരുത്തരും അവനവന്റെ മേഖലയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളിൽ അവനൊരു വബാൽ, ഒരു വലിയ നാശം ആയിരിക്കും. അൻ യൂസുഫ് ഇബ്നു അസ്ബാത്ത് റഹിമഹുല്ലാഹ് ഖാല യുജ്സിഉ ഖലീലുൽ വറഇ മിൻ കസീരിൽ അമൽ. കുറെ അമലിന് പകരം കുറച്ച് വറ ഉണ്ടായാൽ മതി. വറയിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. വറ എന്ന് പറഞ്ഞാൽ ഹറാമാണോ എന്ന ചെറിയ പേടിയുള്ള കാര്യങ്ങൾ പോലും ഒഴിവാക്കുക. തെറ്റാണോ എന്ന് പേടിച്ചിട്ട് സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതുണ്ടെങ്കിൽ കുറെ അമല് വേണമെന്നില്ല, ഇത് മതിയാകും. കുറച്ച് വറ ഉണ്ടായാൽ മതിയാകും. ഇത് ശരിയാണ്. കാരണം വറ ഇല്ലാത്ത ഒരാൾ കുറെ ഹറാമും ചെയ്യും, കുറെ അമലു സാലിഹാത്തും ചെയ്യും. ഈ അമലു സാലിഹാത്തൊക്കെ ചിലപ്പോൾ വറയില്ലാത്തതിന്റെ പേരിൽ അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണം നഷ്ടപ്പെട്ടു പോകും, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. നേരെ മറിച്ച് വറ ഉള്ളവന് അവൻ ചെയ്യുന്ന അമലുകളൊക്കെ സുരക്ഷിതമായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അവൻ ചെയ്യുന്ന വാജിബാത്തൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുപോലെ തന്നെ ഖലീലു തവാദു മിൻ കസീറിൽ ഇജ്തിഹാദ്. ധാരാളം ഇബാദത്തുകൾക്ക് പകരമാകുന്ന മറ്റൊരു ഗുണമാണ് കുറച്ച് വിനയം. അതും നേരത്തെ പറഞ്ഞതുപോലെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗമാണ് വിനയം ഉണ്ടാവുക എന്നുള്ളത്. വറ പോലെ തന്നെ. കാരണം എന്താണ്? വിനയമുള്ള ഒരാള് ആരെയും ഉപദ്രവിക്കുകയില്ല, കിബറുണ്ടാവുകയില്ല. കിബറുണ്ടാകുമ്പോൾ ആൾക്കാരെ ദ്രോഹിക്കും. അതുപോലെ തന്നെ കിബറുണ്ടായാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യദ്ഖുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ. ഒരു കടുക് മണിയുടെ അത്ര കിബറുള്ള ആൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിനയം ഉണ്ടായാൽ ഒരുപാട് ഇബാദത്തുകൾക്ക് അത് പകരമാകും. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ പ്രശസ്തമായ ഒരു അസറാണ്. അവർ പറയുന്നു, ഇന്നകും ലതഗ്ഫലൂന അൻ അഫ്ളലിൽ ഇബാദ. നിങ്ങൾ ഏറ്റവും അഫ്ളലായ ഇബാദത്തിനെ കുറിച്ച് ഗഫലത്തിലാണ്. പല ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്. സഹാബത്തിനോടാണ് പറയുന്നത്, താബിഈങ്ങളോടാണ് പറയുന്നത്. നമസ്കാരമുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അഫ്ളലുൽ ഇബാദ അതെന്താണ്? അത്തവാദു, വിനയം. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും അഫ്ളലായ ഇബാദത്ത് വിനയമാണ് എന്ന് തന്നെയാണോ? അറബികളുടെ ഒരു ശൈലിയാണ് അഫ്അൽ എന്നുള്ള രൂപത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഒന്നാമത്തേത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒന്നാം കിടയിലുള്ളത്, ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി അദാബിൻ യൗമിൽ ഖിയാമ അൽ മുസവ്വിറൂൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ അദാബ്, ഏറ്റവും കടുത്ത ശിക്ഷ രൂപമുണ്ടാക്കുന്ന ആളുകൾക്കാണ്, ചിത്രമുണ്ടാക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ശിർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, അതുപോലെ തന്നെ മറ്റു തെറ്റുകൾ ചെയ്യുന്ന ആളുകളില്ലേ? ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഇടയിൽ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന കൂട്ടരിലായിരിക്കും ചിത്രം ഉണ്ടാക്കുന്ന ആളുകൾ എന്നർത്ഥം. ആ രൂപത്തിലായിരിക്കാം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഏറ്റവും വലിയ ഇബാദത്തുകൾ പെട്ടതാണ് തവാദു, വിനയം എന്ന് പറയുന്നത്. അൻ ഇബ്രാഹിം റഹിമഹുല്ലാഹ് ഖാല ലാ തൽബസ് മിന സിയാബി മാ യുഷ്ഹിറുക അൽ ഫുഖഹ വയസ്ദരീക അസുഫഹ. നീ വസ്ത്രം ധരിക്കുമ്പോൾ നിന്നെ പ്രശസ്തനാക്കുന്ന വസ്ത്രവും ധരിക്കരുത്, അതുപോലെ ആളുകൾ നിന്നെ പുച്ഛിക്കുന്ന വസ്ത്രവും ധരിക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടത്തരം ഒരു മിതമായ വസ്ത്രമായിരിക്കണം ധരിക്കുന്നത്. കാരണം രണ്ടും വിനയത്തിനെതിരാണ്. നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് സ്വാഭാവികമായിട്ടും കിബറാണ്. എപ്പോഴും ഏറ്റവും മുന്തിയ വസ്ത്രമാണെന്നുള്ളത് കിബറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന തരത്തിലുള്ള വില കൂടിയ വസ്ത്രം ധരിക്കുന്നവരൊക്കെ കിബറിന്റെ ആൾക്കാരെന്നല്ല, ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടി വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് അത് കിബറിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? വിനയം കൊണ്ട് പ്രശസ്തരാകാൻ ശ്രമിക്കും, വലിയ വിനയമുള്ളവൻ എന്നറിയപ്പെടാൻ ശ്രമിക്കും. അതും യഥാർത്ഥ വിനയത്തിനെതിരാണ്. അതും ഒരു തരത്തിലുള്ള റിയാഉം കിബറും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും പാടില്ല. അൻ സലീം ഇബ്നു ഹൻദല റഹിമഹുല്ലാഹ് ഖാല ബൈന നഹ്നു ഹൗല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു താബിഈയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും ഇരിക്കുകയാണ്, നടക്കുകയാണ്. നംശി ഖൽഫഹു, അദ്ദേഹം നടക്കുന്നുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുമായിട്ട് നടക്കുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഇൽമു പഠിക്കാനും അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയാണ്. ഇദ് റആഹു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. ഫഅലാഹു ബിദ്ദുറ. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള വടി ഉയർത്തി. അടിച്ചോ അതോ അടിക്കാൻ ഓങ്ങിയോ എന്നുള്ളത് അല്ലാഹു ആലം. എന്തായാലും ഈ വടി ഉയർത്തിപ്പിടിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ ദില്ലത്തുൻ ലിത്താബിഇ വൽ മത്ബൂഅ. നടക്കുന്നവനും പിന്നിൽ നടക്കുന്നവനും, മുന്നിൽ നടക്കുന്നവനും പിന്നിൽ നടക്കുന്നവനും ഇത് നിന്യതയാണ്, ദില്ലത്താണ്. പിന്നിൽ നടക്കുന്നവരുടെ കാര്യം വ്യക്തമാണ്. അവര്
എന്താണ് മറ്റൊരാളുടെ പിന്നാലെ നടക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനം കുറയുകയാണ്. മുന്നിൽ നടക്കുന്നവനും ഇത് പിന്നീട് നിന്ദത ഉണ്ടാകാൻ കാരണമാകും. കാരണം അവൻ പ്രശസ്തി ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അഹങ്കരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. عن الطيب بن إسماعيل رحمه الله قال كان دعاء الخليل بن أحمد ഇമാം ഖലീൽ ബിൻ അഹ്മദ് ഹിജ്റ 300 മുമ്പ് ജീവിച്ച ഒരു മഹാനാണ്. അദ്ദേഹം അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനാണ്. ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദി റഹിമഹുല്ലാ. അദ്ദേഹമാണ് അറബിയിൽ കവിതയുടെ നിയമങ്ങൾ കണ്ടുപിടിച്ചത്, അത് ആദ്യമായി എഴുതിയത്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽനി ഇൻദക മിൻ അർഫഇ ഖൽഖിക. അദ്ദേഹത്തിന്റെ ദുആയാണ്, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ നിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവനാക്കണേ എന്നെ. വജഅൽനി ഫീ നഫ്സി മിൻ ഔളഇ ഖൽഖിക. എന്റെ മനസ്സിൽ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും താഴ്ന്നവനായി എന്നെ നീ മാറ്റണം. അതാണ് എന്നെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഏറ്റവും മോശക്കാരനാണെന്നാവണം എന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ചിന്ത. നിന്റെ അടുക്കലാണെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എനിക്ക് വേണം. അതൊക്കെ അള്ളാഹുവിന് കഴിയും. അള്ളാഹു വിചാരിച്ചാൽ നമുക്ക് നല്ല സ്ഥാനം ഉണ്ടാവുകയും അതോടൊപ്പം നമ്മളെ കുറിച്ച് നമുക്കൊരു വിലയില്ലാതെ ആക്കാനും ഒക്കെ അള്ളാഹ് കഴിയും. വജഅൽനി ഇൻദ അന്നാസി മിൻ ഔസതി ഖൽഖി. ജനങ്ങളുടെ മനസ്സിലോ ഒരിടത്തരക്കാരനാക്കണേ. കാരണം ജനങ്ങളുടെ മനസ്സിൽ പറ്റ താഴ്ന്നു പോയാൽ പ്രശ്നമാണ്. അവർ ചിലപ്പോ നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എനിക്കൊരു മിതമായ സ്ഥാനവും നിന്റെ അടുത്ത് എനിക്ക് ഉയർന്ന സ്ഥാനവും എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും താഴ്ന്ന സ്ഥാനവും നൽകണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അൻ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ഖാല മൻ റഅ അന്നഹു ഖൈറുൻ മിൻ ഗൈരിഹി ഫഖദ് ഇസ്തക്ബർ. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുകയാണ്, ആരെങ്കിലും മറ്റാരെക്കാളെങ്കിലും തനിക്ക് മഹത്വമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് കിബ്റായി. ഇവിടെ മറ്റാളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅ്മിനായ സാലിഹായ ആളുകളെ കുറിച്ചായിരിക്കും. ഒരു ഫാസിഖിനെ കുറിച്ചോ അല്ലെങ്കിൽ മുബ്തദിഅനെ കുറിച്ചോ ഒരു കാഫിറിനെ കുറിച്ചോ അവനേക്കാൾ ഞാൻ നല്ലവനാണെന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ല. മറിച്ച് ഒരു സാലിഹായ മുസ്തഖീമായിട്ടുള്ള ഒരാളെക്കാൾ, അതാരായാലും സാധാരണക്കാരനായാലും അതുപോലെ തന്നെ അറിവുള്ളവനായാലും ഇല്ലാത്തവനായാലും അവരെക്കാൾ നല്ലവനാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ ഫഖദ് ഇസ്തക്ബറ, അത് കിബ്റാണ്. അനിൽ മർവദി റഹിമഹുല്ലാ അറിയപ്പെട്ട ഒരു ഇമാമാണ് അദ്ദേഹം. ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്. ഖാല അദ്ദേഹം പറയുന്നു, കാന അഹ്മദ് ഇബ്നു ഹംബൽ കസീറ തവാദു. ഇമാം അഹ്മദ് ധാരാളം വിനയം കാണിക്കുന്ന വ്യക്തിയായിരുന്നു. തഅലൂഹു സക്കീനത്തു വൽ വഖാർ. എപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ സക്കീനത്ത്, ശാന്തതയും വഖാറും ഗാംഭീര്യവും ഉണ്ടാകും. വഇദാ ഖറജ ഇലാ മസ്ജിദിഹി. അദ്ദേഹം മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ ലം യതസദ്ദർ. ഏറ്റവും മുന്നിൽ പോയി ഇരിക്കുകയില്ല. അഥവാ ഇപ്പൊ ആളുകളൊക്കെ സഫിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സീറ്റ് അദ്ദേഹത്തിന് വേണമെന്ന് വാശി ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ മസ്ജിദിലെ എന്തെങ്കിലും ഒരു മജ്ലിസ് ഉണ്ടെങ്കിൽ, സദസ്സുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ താൻ ഉണ്ടാകണം എന്ന് അദ്ദേഹം വാശി പിടിക്കുകയില്ല. കാന അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ദഹബി പറയുകയാണ് സിറ അലാമിൻ നുബലായിൽ, കാന അഹ്മദ് ഇബ്നു ഹംബൽ റുബ്ബമാ ഖറജ ഇലൽ ബഖാൽ. ചിലപ്പോൾ ഇമാം അഹ്മദ് കടയിലേക്ക് പോകും. ഫയശ്തരിൽ ഹതബ, എന്നിട്ട് വിറക് വാങ്ങും. വശൈഅ, മറ്റു വല്ല വസ്തുക്കളും വാങ്ങും. ഫയഹ്മിലുഹു ബിയദിഹി, അത് തന്റെ കൈകൊണ്ട് അദ്ദേഹം വഹിച്ച് വീട്ടിൽ കൊണ്ടുവരും. അൻ ശാഫിഈ റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്, അർഫഉ അന്നാസി ഖദ്റൻ. ജനങ്ങളിൽ ഏറ്റവും മുന്തിയ ആള്, ഏറ്റവും ഉയർന്ന ആള് മൻ ലാ യദ്രി ഖദ്റഹു, തനിക്കൊരു വിലയും ഇല്ല എന്ന് വിചാരിക്കുന്നവനാണ്. വഅക്സറുഹും ഫദ്ലൻ മൻ ലാ യദ്രി ഫദ്ലഹു. ഏറ്റവും ഫദ്ലുള്ള, ശ്രേഷ്ഠതയുള്ള ആൾ തന്റെ ശ്രേഷ്ഠത അറിയാത്തവനാണ്. അൻ അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ്. ഇമാം സെയ്ദ് ബിൻ അസ്ലം വലിയ മുഫസ്സിറായ ഒരു താബിഈയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം. അദ്ദേഹം പറയുന്നു, ഖാല കാന അബി യഖൂൽ, എന്റെ ഉപ്പ പറയാറുണ്ട്, ഐ ബുനയ്യ, എന്റെ മോനെ, വകൈഫ തുഅജബു ബിനഫ്സിക്, നിനക്ക് എങ്ങനെയാണ് ഉജ്ബ് തോന്നുന്നത്? വിനയത്തിന്റെ വിപരീതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉജ്ബ്, അവനവനെ കുറിച്ചുള്ള മതിപ്പ്, ഞാൻ മുന്തിയവനാണെന്നുള്ള ചിന്ത. നിനക്ക് എങ്ങനെ ഉജ്ബ് തോന്നും? വഅൻത ലാ തശാഉ അൻ തറാ മിൻ ഇബാദില്ലാഹി മൻ ഹുവ ഖൈറുൻ മിൻക ഇല്ലാ റഅയ്തഹു. നിന്നെക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോട് അടുത്ത ആളുകളെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാണാനുണ്ട്. പിന്നെ നിനക്ക് എങ്ങനെയാണ് നിന്നെ കുറിച്ച് മതിപ്പ് തോന്നുന്നത്? യാ ബുനയ്യ ലാ തദ്രി അന്നക ഖൈറുൻ മിൻ അഹദിൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാളെക്കാളും നീ ശ്രേഷ്ഠനാണ് എന്ന് നിനക്ക് വിധിക്കാൻ സാധിക്കില്ല, ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നമുക്ക് മതിപ്പ് തോന്നുന്ന എപ്പോഴാണ്? നമ്മളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന് തോന്നുമ്പോഴാണല്ലോ, അങ്ങനെ ആവുമ്പോഴാണല്ലോ സ്വന്തത്തെ കുറിച്ചൊരു മതിപ്പ് തോന്നേണ്ടത്. അങ്ങനെ തോന്നാൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള മുഅ്മിനായ ഒരു മനുഷ്യനേക്കാളും നമ്മൾ അഫ്ളലാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല, ഉറപ്പിച്ച് പറയാൻ. ഹത്താ തദ്ഖുലൽ ജന്നത വയദ്ഖുലൻ നാർ, നീ സ്വർഗത്തിലും അവൻ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാലല്ലാതെ. ഇപ്പൊ പരലോകത്തെത്തിയാലേ അന്തിമമായി ആരാണ് മികച്ചവൻ ആരാണ് മോശം എന്നൊക്കെ വേർതിരികയുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് നമുക്ക് മതിപ്പ് തോന്നുക? ഫൈദാ ദഖൽതുൽ ജന്ന വദഖലൻ നാർ,
നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ, അപ്പൊ നമുക്ക് ആരെ കണ്ടപ്പോഴാണ് ഒജിബ് തോന്നിയത്, ഞാൻ അവനേക്കാളും മെച്ചപ്പെട്ടവനാണ് എന്ന് തോന്നിയത്, ആ വ്യക്തി നരകത്തിലും നീ സ്വർഗത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ തബയ്യന ലക അന്നക ഖൈറും മിൻഹു, നീ അവനേക്കാളും ഉഷാറാണെന്ന് ഉറപ്പായി. അതുവരെ ഒജിബ് തോന്നാൻ യാതൊരു മാർഗവുമില്ല. അൻ ഇബ്രാഹിം റഹിമഹുല്ലാഹ് വസഅലഹു റജുലുൻ അൻ ഷൈഇൻ, ഇബ്രാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മസ്അലയെ കുറിച്ച് ഒരാൾ ചോദിച്ചു. ഫജഅല യതഅജ്ജബു വയഖൂൽ, അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇഹ്തീജ ഇലയ്യ, എന്നേക്ക് ആളുകൾക്ക് ആവശ്യമായോ, അതാ എന്നോടൊക്കെ മസ്അല ചോദിക്കാനായോ എന്ന് വലിയ ആലിമായ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചു. ഇമാം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, മത്തവാദു, എന്താണ് വിനയം? നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അൻ തഖ്ല അലിൽ ഹഖ് വതൻഖാദ ലഹു, നീ ഹക്കിന് കീഴൊതുങ്ങണം, വതൻഖാദ ലഹു, അതിന് വഴിപ്പെടണം. ഹക്ക് എവിടെയാണെങ്കിലും, നിന്റെ ശത്രുവിന്റെ അടുത്താണെങ്കിലും, അല്ലെങ്കിൽ നിനക്ക് യാതൊരു നിലയും വിലയും ഇല്ലാത്ത, നിലയും വിലയും നീ കൊടുക്കാത്ത ഒരാളുടെ അടുത്താണെങ്കിലും, അത് ഹക്കാണെന്ന് മനസ്സിലായാൽ അതിന് കീഴൊതുങ്ങുക. അതാണ് തവാദു, അതാണ് വിനയത്തിന്റെ അടിസ്ഥാനം. വലു സമിഅതഹു മിൻ സ്വബിയ്യിൻ ഖബിൽതഹു, ഒരു ചെറിയ കുട്ടി, സ്വബിയ്യ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടിക്കാണ് പറയാ, മുല കുടിക്കുന്ന കുട്ടിക്കൊക്കെ സ്വബിയ്യ് എന്ന് പറയും. അത്ര ചെറിയൊരു കുട്ടിയാണ് ഹക്ക് പറഞ്ഞു തരുന്നെങ്കിലും നീ അത് സ്വീകരിക്കുക. വലു സമിഅതഹു മിൻ അജ്ഹലിൻ നാസി ഖബിൽതഹു മിൻഹു, ജനങ്ങൾ ഏറ്റവും വലിയ ജാഹിലിന്റെ അടുത്താണ് ഹക്ക് എന്നുണ്ടെങ്കിലും അത് നീ സ്വീകരിക്കുക. അതാണ് തവാദു. ഇതിന്റെ അർത്ഥം എന്താണ്? ജാഹിലായ ഒരാളോട് പോയിട്ട് ദീന് ചോദിക്കാൻ പഠിക്കാന്നാണോ? അതല്ല. ഒരു ജാഹിൽ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, നമ്മൾ ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒരു ജാഹിൽ സംസാരിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ നമ്മൾ ഒരു ജാഹിലിനെ ഉപദേശിച്ചപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് ഉപദേശിച്ചു, അപ്പൊ അതാണ് ഹക്ക് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നുണ്ടോ, അതാണ് തവാദു എന്ന് പറയുന്നത്. വസഅൽതുഹു, ഈ ചരിത്രം, ഈ സംഭവം പറയുന്ന റിപ്പോർട്ട് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മസ്സബ്റു അലൽ മുസീബ, എന്താണ്, മറ്റൊരു വിഷയമാണ്. തവാദുവിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം സബറിനെ കുറിച്ച് ചോദിച്ചു. മുസീബത്തുണ്ടാകുമ്പോ ക്ഷമിക്കുക, സബർ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സബറിന്റെ മഹത്വം ഖുർആനിലും ഹദീസിൽ ധാരാളം ഉള്ളതാണ്. ഈ സബർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത് എന്താണ്, യാഥാർത്ഥ്യം എന്താണ്? ഖാല അല്ലാ തബുസ്സ, നീ നിന്റെ വിഷമം പറയാതിരിക്കുക, മറ്റാരോടും പറയാതിരിക്കുക, അതാണ് യഥാർത്ഥ പൂർണ്ണമായ സബർ. നമുക്കൊരു വിഷമം ഉണ്ട് എന്ന് തന്നെ ആളുകൾ അറിയിക്കാതിരിക്കുക. അനിൽ മുസയ്യബ് ഇബ്നു റാഫി റഹിമഹുല്ലാഹ് ഖാല കാനു യദ്ഖുലൂന അലാ അൽഖമ വഹുവ യഖറഉ ഗനമഹു വയഹ്ലിബു വയുഅലിഫ്. അൽഖമ റഹിമഹുല്ലാഹ്, ആ പേരിൽ ഒന്നിലധികം ഉലമാക്കൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും എല്ലാവരും സലഫുകൾപ്പെട്ട ആളുകളാണ്. ഈ രണ്ടുപേരും അറിയപ്പെട്ട സലഫുകളാണ്, താബിഈങ്ങളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമ്പോ വഹുവ യഖറഉ ഗനമഹു, അദ്ദേഹം ചിലപ്പോൾ ആടിനെ ഇങ്ങനെ അടിച്ചു തെളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വയഹ്ലിബു, അല്ലെങ്കിൽ പാല് കറക്കുകയായിരിക്കും. വയുഅലിഫ്, ആടിന് അതിന്റെ തീറ്റ കൊടുക്കുകയായിരിക്കും. അങ്ങനെയുള്ള ജോലികളൊക്കെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്ന പല ഹദീസുകളുടെയൊക്കെ സനദിലുള്ള ഒരു വ്യക്തിയാണ്. ഹദീസ് ഇത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്ന് പറയുന്ന ഹദീസിന്റെ റിപ്പോർട്ടറിൽ അൽഖമ എന്ന പേരിൽ റാവിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ അടുത്ത റിപ്പോർട്ടർ അൽഖമ റഹിമഹുല്ലാഹ്, അദ്ദേഹം അല്ലെങ്കിലും അതുപോലെ തന്നെയുള്ള അറിയപ്പെട്ടൊരു മഹാനാണ്. അപ്പോൾ ആ മഹാന്മാരൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തവരാണ്. ഇവരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ചിത്രം നമ്മൾ മാറ്റണം. നമ്മൾ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഉസ്താദുമാരെ വെച്ചിട്ടായിരിക്കും ഇവരെ കുറിച്ചൊക്കെ ചിന്തിക്കുക, നമ്മളറിയാതെ. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ വ്യക്തികളൊക്കെ അവര് വളരെ വിനയാന്വിതരും ഏത് ജോലിയും ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇജ്ജത്തോടുകൂടി ജീവിക്കുന്നവരുമായിരുന്നു. അൻ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് ഖാല ഇന്ന അഖ്വാമൻ യതറഫഊന, ചില ആളുകൾ ഉയർന്നു നിൽക്കാൻ ശ്രമിക്കും. വയഅബല്ലാഹു ഇല്ലാ അൻ യദഅഹും, അവരെ താഴ്ത്താതെ അള്ളാഹു വിടുകയുമില്ല. അപ്പോൾ അഹങ്കരിക്കുന്ന ആളുകളെ അള്ളാഹു തരം താഴ്ത്തും. എപ്പോഴും എവിടെയെങ്കിലും തന്റെ പേരൊന്ന് ലാഹിറായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അള്ളാഹു അവരുടെ ഓരോ ശ്രമം പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർ ഉയരാൻ ശ്രമിക്കും തോറും താഴ്ന്നു പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് വഇന്ന അഖ്വാമൻ യതവാദഊൻ, ചില ആളുകൾ വിനയം കാണിക്കും, പ്രശസ്തി ആഗ്രഹിക്കാതെ എപ്പോഴും ആളുകൾക്കിടയിൽ നിന്ന് അകന്നു നിൽക്കാനൊക്കെ ശ്രമിക്കും. വയഅബല്ലാഹു ഇല്ലാ യർഫഅഹും, അള്ളാഹു അവരെ ഉയർത്താതെ വിടുകയില്ല. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും അവർ ഉയർത്തണമെന്ന്. അപ്പൊ റിഫഅത്ത്, ഉയർച്ച എന്നുള്ളത് അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു നമ്മൾ ഉയർത്തണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. അത് ആഗ്രഹിച്ചാൽ അള്ളാഹു ഉയർത്തും. നേരെ മറിച്ച് നമ്മുടെ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ പ്രശസ്തിക്കും അതുപോലെ തന്നെ ആളുകളുടെ നേതാവാകാനും ഒക്കെ ശ്രമിച്ചാൽ ഒരുപക്ഷെ അള്ളാഹു തആല പറഞ്ഞതുപോലെ തരം താഴ്ത്തുകയായിരിക്കും ചെയ്യുക. സുഇല യൂസുഫ് ഇബ്നു അസ്ബാത്ത് റഹിമഹുല്ലാഹ് മാ ഗായതു തവാദു. യൂസുഫ് ഇബ്നു അസ്ബാത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, തവാദുവിന്റെ അങ്ങേയറ്റം, ഏറ്റവും പൂർണ്ണമായ തവാദു എന്താണ്, വിനയം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാ തൽഖ അഹദൻ,
നീ ഏതൊരു മനുഷ്യനെ കണ്ടാലും, അഥവാ മുഅ്മിനായ സ്വാലിഹായ ഒരു മനുഷ്യനെ കണ്ടാൽ, ഇല്ലാ റഅയ്ത ലഹുൽ ഫദ്ല അലൈക്, അവൻ നിന്നേക്കാൾ ഉത്തമനാണ് എന്ന് നീ വിചാരിക്കുക. അതാണ് വിനയത്തിന്റെ പരമാവധി എന്ന് പറയുന്നത്. അൻ അബ്ദുൽ കരീം റഹിമഹുല്ലാ ഖാല ഖീല ലി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇമാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ജസാക്കല്ലാഹു അനിൽ ഇസ്ലാമി ഖൈറ, അള്ളാഹു ഇസ്ലാമിനെ തൊട്ട്, ഇസ്ലാമിന്റെ പേരിൽ താങ്കൾക്ക് നല്ല പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്തു. ഇസ്ലാം ഈ ദീനിന് വേണ്ടി അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ, നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞു. ഖാല അദ്ദേഹം പറഞ്ഞു, ലാ, അങ്ങനെയല്ല. നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് ഒരുപാട് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന് വേണ്ടി. സുന്നത്ത് ക്രോഡീകരിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഈ ലോകത്തിന്റെ നല്ലൊരു ശതമാനം അദ്ദേഹമാണ് ഭരിച്ചത്. ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് ഭരിച്ച ആളാണ്. കിഴക്കും പടിഞ്ഞാറും ഒക്കെ വിശാലമായി കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം. അതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സുന്നത്തിനെതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം അങ്ങോട്ട് കത്തെഴുതും, അവിടെ തിരുത്തും. ഇമാമിയങ്ങളായ താബിയങ്ങളെ അദ്ദേഹം ഓരോ നാട്ടിലേക്കും പറഞ്ഞയച്ച് ദീൻ പഠിപ്പിക്കും. അങ്ങനെ ഒരുപാട് ഖിദ്മത്തുകൾ, ജിഹാദ്, അതുപോലെ തന്നെ ഇൽമു പഠിപ്പിക്കൽ, ദഅവത്ത്, സുന്നത്ത് ക്രോഡീകരണം, ഇതൊക്കെ ചെയ്തിട്ടുള്ള വലിയ ഇമാമാണ്. ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അൽ ഖലീഫത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ്. അതോടൊപ്പം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും കണക്ക് എഴുതുകയാണെങ്കിൽ, പിന്നെ രാജ്യത്തിന്റെ കാര്യം, അതിനു വേണ്ട കണക്കുകളൊക്കെ എഴുതുകയാണെങ്കിൽ വിളക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ സ്വന്തം ആവശ്യമായാൽ, സ്വന്തം പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യണമെങ്കിൽ ആ വിളക്ക് കെടുത്തിയിട്ട് സ്വന്തം വിളക്ക് കത്തിക്കും. അതുപോലെ ഒരു വസ്ത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അത് അലക്കി ഉണക്കിയിട്ടായിരുന്നു വീണ്ടും ഇട്ടിരുന്നതെന്നാണ് ഇമാം ഇബ്നു കസീർ അല്ലെങ്കിൽ ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ വളരെ സാഹിദായി ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോടാണ് പറയുന്നത്, ഇസ്ലാമിന് ഇത്രയും ഖിദ്മത്ത് ചെയ്തതിന് അള്ളാഹു ഇസ്ലാമിന് വേണ്ടി താങ്കൾക്ക് പ്രതിഫലം തരട്ടെ. കാരണം ഇസ്ലാം ദീൻ എന്നുള്ളത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അപ്പൊ അതിന് അള്ളാഹു താല താങ്കൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞില്ല, അങ്ങനെയല്ല, ബൽ ജസല്ലാഹുൽ ഇസ്ലാമ അന്നി ഖൈറ, അള്ളാഹു എനിക്ക് വേണ്ടി ഇസ്ലാമിന് പ്രതിഫലം നൽകട്ടെ, ഞാൻ ഇസ്ലാം കൊണ്ട് എനിക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അൻ അബി വഹബ് അൽ മർവസി റഹിമഹുല്ലാ ഖാല സഅൽതു ഇബ്നുൽ മുബാറക് മൽ കിബ്ർ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് താബിഇയാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് കിബ്ർ എന്ന് പറയുന്നത്? അന്തസ്ദരി അന്നാസ്, അദ്ദേഹം പറഞ്ഞു, നീ ജനങ്ങളെ കൊച്ചാക്കലാണ്. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകളെ പുച്ഛിക്കുക, തരം താഴ്ത്തുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യും. തമാശയായിട്ടും അല്ലെങ്കിൽ സമയം കളയാനും അങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ ആളുകളെ തരം താഴ്ത്തി സംസാരിക്കും. അത് കിബ്റാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുന്നാസ്, ജനങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം, അവരുടെ ഹക്ക് അത് വകവെച്ചു കൊടുക്കാതെ അതിൽ നിന്ന് അവർ താഴ്ത്തുക, അതാണ് ഗംത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ളത് കൊടുക്കാതിരിക്കുക. അങ്ങനെ ജനങ്ങളെ തരം താഴ്ത്തുന്നതാണ് കിബ്ർ എന്ന് പറയുന്നത്. ചില ആളുകൾ അവരെക്കാൾ ഉയർന്ന ആളുകളെ തരം താഴ്ത്തും. അത് എന്തുമാത്രം വലിയ കിബ്റാണ്. പ്രായം കൊണ്ട്, അല്ലെങ്കിൽ ദീനിന് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തുകൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മെക്കാൾ ഉയർന്നവരായിരിക്കും. ചിലപ്പോൾ ആളുകളുടെ കാഴ്ചയിൽ അവർ താഴ്ന്നവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തരം താഴ്ത്തി സംസാരിക്കുന്നവർ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് വലിയൊരു പാപമാണ്. കിബ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു അല്പം കിബ്റുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നരകത്തിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞതാണ്, മുത്തക്കബ്ബിരീങ്ങളുടെ സ്ഥാനം, അവരുടെ സങ്കേതം എത്ര ചീത്ത എന്നാണ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നരകവും സ്വർഗവും തമ്മിൽ സംസാരിച്ച ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നരകം പറയുന്നത് എന്താണ്? എന്റെ അടുത്തേക്കാണ് മുത്തക്കബ്ബിരീങ്ങൾ വരുന്നത്, അഹങ്കാരികൾ വരുന്നത്. ആ സ്വഭാവം, അതിന്റെ ചെറിയ അംശം പോലും ഇല്ലാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അനിൽ ഉജ്ബ്, എന്താണ് ഉജ്ബ്? താൻ പോരുമ, ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത. ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൻതറ അന്ന ഇൻദക ഷൈഅൻ ലൈസ ഇൻദ ഗൈരിക, മറ്റാർക്കും ഇല്ലാത്ത എന്തോ നിനക്കുണ്ട് എന്ന് വിചാരിക്കലാണ് ഉജ്ബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ മുഹമ്മദ് ഇബ്നു ഹുസൈൻ ഇബ്നു അലി മിൻ വലദി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായിട്ടുള്ള മുഹമ്മദ് ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മാ ദഖല ഖൽബ ഇംറിഇൻ ഷൈഉൻ മിനൽ കിബ്രി, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരൽപ്പമെങ്കിലും കിബ്ർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ നഖസ മിൻ അഖ്ലിഹി ബിഖദ്രി മാ ദഖല മിൻ ദാലിക്, എത്ര കിബ്ർ, എത്ര അഹങ്കാരം മനസ്സിൽ കയറിയിട്ടുണ്ടോ അത്രയും അളവിൽ അവന്റെ അഖ്ല് കുറഞ്ഞു പോകും, അവന്റെ ബുദ്ധി നഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. ഖല്ല ഔ കസർ, കുറച്ചാണെങ്കിൽ കൂടുതലാണെങ്കിൽ, കുറച്ച് കിബ്റുള്ളെങ്കിൽ കുറച്ച് അവന്റെ അഖ്ല് നഷ്ടപ്പെടും. ഈ അഖ്ല് നഷ്ടപ്പെട്ടു എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ബുദ്ധിമാനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് വേറൊരാള് നോക്കി കാണുമ്പോൾ നമ്മുടെ ബുദ്ധിമോശം മനസ്സിലാവുകയുള്ളൂ. അവർ മനസ്സിലാക്കുന്നുണ്ടാവും നമ്മുടെ അവസ്ഥ. ആ ബുദ്ധിമോശം ചിലപ്പോൾ ദുനിയാവിന്റെ കാര്യത്തിലാവണമെന്നില്ല, ദീനിന്റെ കാര്യത്തിലായിരിക്കും നമ്മൾ അഖലില്ലാതെ പെരുമാറുന്നത്. അൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ഖാല
മാ റുയ അലി ഇബ്നു ഹുസൈൻ ഇദാ മശാ യഖൂലു ബിയദിഹി ഹാകദാ യഖ്തുറു ബിഹാ. അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം നടന്നു പോകുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കാറില്ല. അത് ആംഗ്യം എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു അഹങ്കാരത്തിന്റെ ഭാവം അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവാറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. عن إسماعيل بن خالد رحمه الله قال رأيت مصعب بن سعد عليه ملاءة صغيرة وهو قاعد مع المساكين. മുസ്അബ് ബിൻ സഅദ് അദ്ദേഹം താബിഈയാണ്, സഹാബിയുടെ മകനാണ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹം ഒരു ചെറിയ വസ്ത്രം ധരിച്ച് മിസ്കീന്മാരുടെ കൂടെ ഇരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഖറജൽ ഹസൻ വയൂനുസ് വഅയ്യൂബ് യതദാകറൂന തവാളു. ഈ മൂന്ന് ഇമാമിങ്ങൾ അവര് തവാളുനെ കുറിച്ച് ചർച്ച ചെയ്തു. ഫഖാല ലഹും അൽ ഹസൻ, ഹസൻ അൽ ബസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹൽ തദ്റൂന മത്തവാളു, നിങ്ങൾക്കറിയാമോ തവാളു എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തവാളു, തവാളു എന്ന് പറഞ്ഞാൽ, വിനയം എന്ന് പറഞ്ഞാൽ അൻ തഖ്റുജ മിൻ മൻസിലിക്, നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. ഫലാ തൽഖ മുസ്ലിമൻ ഇല്ലാ റഅയ്ത ലഹു അലൈക ഫദ്ല, ഒരു മുസ്ലിമിനെ കണ്ടാൽ, ഏതൊരു മുസ്ലിമിനെ കണ്ടാലും അവന് നിന്നെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് നീ വിചാരിക്കുക. അതാണ് തവാളു എന്ന് പറയുന്നത്, പൂർണ്ണമായ വിനയം എന്ന് പറയുന്നത്. عن عمرو بن قيس رحمه الله قال ثلاث من رؤوس التواضع, മൂന്ന് കാര്യങ്ങൾ തവാളുഇന്റെ തലയാണ് എന്ന് പറഞ്ഞാൽ തവാളുഇന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മൂന്ന് സ്വഭാവം. അൻ തബ്ദഅ ബിസ്സലാമി അലാ മൻ ലഖീത, കാണുന്നവരോടൊക്കെ അങ്ങോട്ട് സലാം പറയുക. മുസ്ലിം ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സലാം പറയുക. മുസ്ലിമാണോ കാഫിറാണോ എന്ന് സംശയം ഉണ്ടെങ്കിലോ ഉലമാക്കൾ പറയുന്നത് ആ നാട് മുസ്ലിങ്ങളാണ് കൂടുതലുള്ളതെങ്കിൽ സലാം പറയുക, കാഫിറാണ് കൂടുതലെങ്കിൽ പറയണ്ട. ഇനി രണ്ടും പകുതി പകുതിയാണെങ്കിലോ വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോ കാണുന്നവരോടൊക്കെ അങ്ങോട്ട് സലാം പറയുക. ഒരു മജ്ലിസിന്റെ ഏറ്റവും മുഖ്യമായ സീറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് അത് വേണമെന്നില്ല. ആ സദസ്സിൽ എവിടെ സീറ്റ് കിട്ടിയാലും അവിടെ ഇരിക്കുക എന്ന ചിന്ത. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഏത് സദസ്സിൽ വന്നാലും ചിലപ്പോൾ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടൊക്കെ അവിടെ വന്നിരിക്കും, അതിൽ പ്രധാനപ്പെട്ട സീറ്റിൽ വന്നിരിക്കും. അത് ഒരു വിനയമുള്ള വ്യക്തിയുടെ സ്വഭാവമല്ല. അതുപോലെ തന്നെ മൂന്നാമത്തേത് വഅല്ലാ തുഹിബ്ബർ റിയാഅ വസുംഅത വൽമിദ്ഹത ഫീ അമലിൻ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി നീ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ അറിയപ്പെടണം, അതിന്റെ പേരിൽ ആളുകൾ നിന്നെ പുകഴ്ത്തണം എന്ന് നീ ആഗ്രഹിക്കാതിരിക്കുക. ദീനിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, ദഅവത്ത് അല്ലെങ്കിൽ പിന്നെ സദഖ, അങ്ങനെ എന്തൊരു സൽക്കർമ്മം നീ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ആളുകൾ പ്രശംസിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് വിനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പൂർണ്ണത കാണിക്കുന്ന മൂന്ന് സ്വഭാവങ്ങൾ. عن نعيم بن ميسر رحمه الله قال كان عمرو بن قيس الملائي رحمه الله يقرئ الناس القرآن. ഇദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. فكان يجلس بين يدي الرجل حتى يفرغ منهم. അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഖുർആൻ പഠിപ്പിക്കും, ഓരോരുത്തരായി എല്ലാവരും പഠിച്ചു കഴിയുന്നത് വരെ. وكان إذا مشى لا يمشي أمامهم. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, തന്റെ ഖുർആന്റെ ദർസ് കഴിഞ്ഞാൽ ലാ യംശി അമാമഹും, നടന്നു പോകുമ്പോൾ അവരുടെ മുന്നിലായിട്ട് നടക്കൂല. അപ്പൊ നമ്മളൊരു പള്ളിയിൽ ഒരു ദർസിൽ പങ്കെടുത്തു, എന്നിട്ട് എല്ലാവരും കൂടി പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ലാസ് എടുത്ത ആളായിരിക്കും, ആ ദർസ് എടുത്ത ആളായിരിക്കും മുന്നിൽ. അവരോടുള്ള ബഹുമാനം കൊണ്ട് ആളുകൾ പിന്നിലായിരിക്കും നടക്കുന്നത്. അദ്ദേഹം മുന്നിൽ നടക്കുകയില്ല. അദ്ദേഹം പറയും ഫയഖൂൽ തആലു നംശി ജമീഅൻ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തും വലത്തും ആളുകൾ നിർത്തിയിട്ട് അദ്ദേഹം കൂട്ടത്തിൽ ഒരാളായി നടന്നു പോകുമായിരുന്നു. قال أبو سنان ضرار بن مرة رحمه الله لقد سقيت أهلي اليوم وعلفت الشاة. ضرار بن مرة رحمه الله അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന് ഞാൻ എന്റെ വീട്ടുകാർക്ക് വെള്ളം കോരി കൊടുത്തിട്ടുണ്ട്, വഅലഫ്തു ഷാ, ആടിന് തീറ്റ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയും. അപ്പൊ അതൊക്കെ ചെയ്യാറുണ്ടെന്ന് അർത്ഥം. വഖാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഖൈറുക്കും അൻഫഅക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും ഉപകാരമുള്ളവനാണ്. ഒരാളെ കൊണ്ട് അയാളുടെ കുടുംബത്തിന് ഉപകാരം ഉണ്ടെങ്കിൽ അത് കൂടുന്നതനുസരിച്ചാണ് ഒരാളുടെ ഖൈർ. വഖാന അബൂ സിനാൻ യശ്തരി ശൈഅ മിന സൂഖി, ഇദ്ദേഹം തന്നെ അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. ഫയഹ്മിലുഹു, അദ്ദേഹം അത് തലയിൽ വെച്ച് അല്ലെങ്കിൽ അത് വഹിച്ചുകൊണ്ട് നടക്കും. ഫയുഖാലു, അദ്ദേഹം അറിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് ആളുകൾ പറയും ഹാതി നഹ്മിലുഹു, ഇത് പിന്നെ ഞങ്ങള് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാം, ഞങ്ങളെടുത്ത് വെച്ച് തരാം എന്ന് പറയും. ഫയഅബാ വയഖൂൽ, അദ്ദേഹം പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയും. നമ്മുടെ തലയിൽ വെക്കാത്തത് നമ്മൾ അതിനേക്കാളൊക്കെ ഉയർന്ന ആളായത് കൊണ്ടാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഭാവം കിബ്ർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയും. അൻ റബീഅ് ഇബ്നു ഖുസൈം റഹിമഹുല്ലാഹ്, താബിഈയായ ഒരു മഹാനാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അന്നഹു കാന യക്നിസുൽ ഹുശ്ശ ബിനഫ്സിഹി, അദ്ദേഹം ടോയ്ലറ്റ് വൃത്തിയാക്കുമായിരുന്നു.
റബീഉ ഇബ്നു ഖുസൈം റഹിമഹുല്ലാ. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തുക്ഫ ഹാദാ, താങ്കൾക്ക് ഇത് ചെയ്തു തരാൻ വേറെ ആളുകളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതില്ലല്ലോ. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ ആഖുദ ബിനസീബി മിനൽ മിഹ്ന, അധ്വാനത്തിൽ നിന്ന് എന്റെ അംശം അത് ഞാൻ തന്നെ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ അധ്വാനത്തിൽ എനിക്കൊരു പങ്ക് വേണം, എന്റെ വീട്ടിലെ കാര്യങ്ങളിൽ എനിക്കൊരു പങ്ക് വേണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറയും. അൻ ആസിം റഹിമഹുല്ലാ ഖാല ലം യകുൻ ഇബ്നു സീരീൻ യത്റുകു അഹദൻ യംശി മഅഹു. ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാ, നമ്മൾ എത്രയോ ഹദീസുകൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടിരിക്കും സനദുകളിൽ, അതുപോലെ തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ അസറുകൾ ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാകും. വലിയ ഒരു ഇമാമാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം ഒരാളെയും കൂടെ നടക്കാൻ അനുവദിക്കാറില്ലായിരുന്നു. ആലോചിച്ച് നോക്കുക, നമ്മുടെ മനസ്സിൽ ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചിത്രം, വലിയൊരു ഇമാം, ഒരുപാട് ആളുകൾ പിന്നാലെ നടക്കുന്ന ഒരു നേതാവ്, അങ്ങനെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഒരാളെയും അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ അനുവദിക്കുമായിരുന്നില്ല. വിനയം കൊണ്ട് ഒറ്റക്ക് നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇമാം അബൂ നുഐം റഹിമഹുല്ലാ ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അൻ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ ഖാല ഇദാ ദുകിറ സ്സാലിഹൂൻ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, അയ്യൂബ് അസ്സഖ്തിയാനി എന്ന് പറയുന്നത് താബിഈയാണ്, വലിയ മഹാനാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മുഹദ്ദിസും വലിയ ഇമാമും ഒക്കെയാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഇദാ ദുകിറ സ്സാലിഹൂൻ, സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയപ്പെട്ടാൽ, സഹാബത്തിൽപ്പെട്ട മഹാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, കുന്തു അൻഹും ബിമഅസിൽ, ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല, അവരുടെ സ്വഭാവവും എന്റെ സ്വഭാവവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതൊക്കെ അവരുടെ വിനയം കൊണ്ട് പറയുന്നതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ യംബഗി ലിർറജുലി അൻ യളഅ നഫ്സഹു ദൂന ഖദ്രിഹി. നമ്മൾ മുമ്പ് വായിച്ചതാണിത്, ആവർത്തിച്ചു വന്നതാണ്. ഒരു മനുഷ്യൻ തന്റെ നഫ്സിനെ, സ്വന്തത്തെ അത് അർഹിക്കുന്ന സ്ഥാനത്തേക്കാൾ താഴ്ത്തി വെക്കാൻ പാടില്ല. നമ്മൾ അർഹിക്കുന്ന ഒരു സ്ഥാനം, പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ മുന്നിൽ അമിതമായിട്ട് വിനയം കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? നമ്മുടെ വാക്കിന് പിന്നെ വില ഉണ്ടാവില്ല. അപ്പോ ഉള്ള സ്ഥാനം ഒരാൾ കുറക്കാൻ പാടില്ല. വലാ യർഫഅ നഫ്സഹു ഫൗക ഖദ്രിഹി, ഉള്ളതിൽ കൂടുതൽ നമ്മെ ഉയർത്താനും പാടില്ല. അൻ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ ഖാല, ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറയുന്നു, മിനത്ത് തവാദുഇ അൻ തത്തദിഅ നഫ്സുക അമ്മൻ ഹുവ ദൂനക ഫി നിഅമത്തിദ് ദുനിയ ഹത്താ തുഅലിമഹു അന്നഹു ലൈസ ലഹു ഫദ്ലുൻ അലൈഹി ലിദുനിയാഹു. നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വിനയത്തിൽപ്പെട്ടതാണെന്ത്? നിന്നെക്കാൾ ദുനിയാവ് കിട്ടിയ ഒരാൾ, അവരുടെ മുന്നിൽ നമ്മൾ താഴ്മ കാണിച്ച് പിന്നെ അവർക്ക് എന്തോ ഫദ്ലുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, അങ്ങനെ പെരുമാറാതിരിക്കുക, അതും വിനയത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നിന്നെക്കാൾ താഴ്ന്ന ആളുടെ മുന്നിൽ വെച്ച് അയാളുടെ മുന്നിൽ അഹങ്കാരം കാണിച്ച് നിനക്കെന്തോ കൂടുതലുണ്ട് എന്ന് അയാൾക്കും തോന്നരുത്. ഈ രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ് വിനയം എന്നുള്ളത്. ഖാല ഔൻ ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാ കഫാ ബിക മിനൽ കിബ്രി അൻ തറാ ലക ഫദ്ലൻ അലാ മൻ ഹുവ ദൂനക. നിന്നെക്കാൾ താഴെയുള്ള ആരെങ്കിലും ഒരാൾ, അയാളെക്കാൾ നിനക്കൊരു ഫദ്ലുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ അത് മതി കിബ്റായിട്ട്. വകാനു യഖൂലൂൻ, മുൻഗാമികൾ പറയാറുണ്ട്, ദല്ലു ഇൻദ ത്വാഅ ദുല്ലു ഇൻദ ത്വാഅ വഇസ്സു ഇൻദൽ മുസീബ. പുണ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വിനയം കാണിക്കുക, താഴ്മ കാണിക്കുക. വഇസ്സു ഇൻദൽ മുസീബ, മുസീബത്തുണ്ടാകുമ്പോൾ നിങ്ങൾ ഇസ്സത്ത് കാണിക്കുക. അപ്പൊ വിനയത്തിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള സലഫുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മുസീബത്തുകൾ ഉണ്ടാകുമ്പോഴല്ല വിനയം കാണിക്കേണ്ടത്. മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ധൈര്യവും ഉറപ്പും ഒക്കെയാണ് കാണിക്കേണ്ടത്. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ പേരിൽ പ്രശസ്തിയും അതുപോലെ ഉയർച്ചയും ഒന്നും ആഗ്രഹിക്കാതെ വിനയം കാണിക്കേണ്ടത്. ഇത്രയും മസലകളാണ് ഈ ബാബിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.